വൈകിട്ട് ചാനലിൽ കാണണം. ഞാനും ചിലത് ആറുണ്ട് എല്ലാം നമ്മുടെ നിന്നോ നമ്മുടെ നാടിൻ ചരിത്രമാണ്. ഇനി വന്നോ, കുറച്ച് നമുക്ക് കത്തിവയ്ക്കാം. പ്രിയപ്പെട്ടവരെ, ആവേശത്തിന്റെ ഒരു അലയൊലി കത്തിക്കൊണ്ടാണ് ശില്പിയുടെ ചടയമംഗലം ലോക്കൽ സമ്മേളനം നടക്കുന്നത്. ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം മുന്നോടിയായി ചടയമംഗലം ലോകസമ്മേളനത്തിന് നന്ദിച്ചുകൊണ്ട് ഈ നാടകത്തിൽ നഗരമടക്കി നഗരവീതികളിൽ ആവേശത്തിന്റെ അലകൾ സമ്മാനിച്ചുകൊണ്ട് ചടയമംഗലം പഞ്ചായത്ത് അച്ഛനാപ്പത്തിൽ ശങ്കരനാക്കിക്കൊണ്ട് നൂറുകണക്കിന് സഖാക്കൾ പങ്കെടുക്കുന്ന പടുകൂട്ടം പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുകൊണ്ടാണ് കടന്നു വരുന്നത്. ഈ നാടകത്തിൽ നഗരമടക്കി നഗരവീതികളിൽ ആവേശത്തിന്റെ അലകൾ സമ്മാനിച്ചുകൊണ്ട് CPIയുടെ കടന്നു വരുന്നത്. ഈ നാടകത്തിൽ നഗരമാർക്ക് നഗരവീതികളിൽ ആവേശത്തിന്റെ അലകൾ സമ്മാനിച്ചുകൊണ്ട് ചടയമംഗലം വഴിക്കാറുകളുടെ കടന്നു വരുന്നത്. ഈ നാടകത്തിൽ നഗരമുടത്തിൽ നഗരവീതികളിൽ ആവേശത്തിന്റെ അലകൾ സമ്മാനിച്ചുകൊണ്ട് സഖാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചടയമംഗലം പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ ചിന്തകളാക്കിക്കൊണ്ട് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ വണ്ടിച്ച പടുകൂട്ടം പ്രകടനം കടന്നു വരികയാണ്. പടുകൂട്ടം പ്രകടനം ചടയമംഗലം KSRTC ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ എത്തിച്ചേരുമ്പോൾ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന
അസിസ്റ്റന്റ് സെക്രട്ടറിയും കേരളത്തിന്റെ എംപിയുമായ PPC സംസാരിക്കുന്നു. ഈ സമ്മേളനം ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും വിപ്ലവത്തിന്റെ ഈറ്റിലുമായ ചടയമംഗലത്തിന്റെ വിപ്ലവഭൂമിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഈ നാടുണർത്തി, നഗരമുണർത്തി, നഗരവീഥികളിൽ ആവേശത്തിന്റെ അലകൾ സമ്മാനിച്ചുകൊണ്ട് ചടയമംഗലത്തിന്റെ പട്ടണത്തിൽ ചടയമംഗലത്തിന്റെ വിപ്ലവഭൂമിയിൽ ഇതാ CPIയുടെ കരുത്ത് കുറിച്ചോടുന്ന കടുകുത്തൻ പ്രകടനം ഇതാ ഈ ഭരണത്തിന് തെറ്റുമെന്നാണ് കടന്നു വരികയാണ്. നൂറുകണക്കിന് സദാക്കൾ, നൂറുകണക്കിന് സദാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചടയമംഗലം പഞ്ചായത്തിന്റെ കരുത്ത് തിരിച്ചേറിക്കൊണ്ട് ഇതാ ഈ ഭരണത്തിന് തെറ്റുമെന്നാണ് കടന്നു വരികയാണ്. ഈ നാടുണർത്തി, നഗരമുണർത്തി, നഗരവീഥികളിൽ ആവേശത്തിന്റെ അലകടൽ സമ്മാനിച്ചുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ചടയമംഗലം ലോക്കൽ സമ്മേളനത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് ചടയമംഗലം പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കിക്കൊണ്ട് ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ നൂറുകണക്കിന് സദാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചടയമംഗലം പഞ്ചായത്തിൽ CPIയുടെ കരുത്തി വിളിച്ചോടിക്കൊണ്ട് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഈ നാടുണർത്തി, നഗരമുണർത്തി, നഗരവീഥികളിൽ ആവേശത്തിന്റെ അലകടൽ സമ്മാനിച്ചുകൊണ്ട് CPIയുടെ ലോക്കൽ സമ്മേളനത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് ഇതാ ഈ വാഹനത്തിന് നൂറുകണക്കിന് സഖാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പടുകൂട്ടൻ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ വഴിക്കാറുകളിലൂടെ കടന്നു വരുന്നത്. ചടയമംഗലം പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കിക്കൊണ്ട് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ നൂറുകണക്കിന് സഖാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചടയമംഗലത്തിൽ പഞ്ചായത്തിൽ അവിഭാജ്യ ഘടകമാണ് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ നൂറുകണക്കിന് സഖാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പടുകൂട്ടൻ പ്രകടനം ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ വഴിത്താറുകളിലൂടെ കടന്നു വരികയാണ്. ചടയമംഗലം പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കിക്കൊണ്ട് ഈ നാടുണർത്തി, നഗരമുണർത്തി, നഗരവീഥികളിൽ ആവേശത്തിന്റെ അലകടൽ സമ്മാനിച്ചുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചടയമംഗലത്തിന്റെ വിപ്ലവ ഭൂമിയിൽ അവിഭാജ്യ ഘടകമാണ് നിരക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ നൂറുകണക്കിന് സദാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കടുകുറ്റം പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരുന്നത്. ഈ നാടുണർത്തി, നഗരമുണർത്തി, നഗരവീഥികളിൽ ആവേശത്തിന്റെ അലകടൽ സമ്മാനിച്ചുകൊണ്ട് നൂറുകണക്കിന് സദാക്കളെ അണിനിരത്തിക്കൊണ്ട് ചടയമംഗലം പഞ്ചായത്ത് CPI ഒരു അവിഭാജ്യ ഘടകമാണെന്ന് ഉറപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചടയമംഗലം ലോക്കൽ സമ്മേളനത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ നൂറുകണക്കിന് സഖാക്കളെ അണിനിരത്തിക്കൊണ്ട് ഇതാ ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ വൻപിച്ച പ്രകടനം നടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, പ്രിയ സഖാക്കളെ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ചടയമംഗലം ലോക്കൽ സമ്മേളനത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് നൂറുകണക്കിന് സഖാക്കളെ അണിനിരത്തിക്കൊണ്ട് ഈ നാടുണർത്തി, നഗരമുണർത്തി, നഗരവീഥികളിൽ ആവേശത്തിന്റെ അലകടൽ സമ്മാനിച്ചുകൊണ്ട് വൻപിച്ച പ്രകടനമാണ് വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ചടയമംഗലം പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കിക്കൊണ്ട് വിപ്ലവ ഭൂമിയാക്കിക്കൊണ്ട് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ഈ നാടുണർത്തി, നഗരമുണർത്തി, നഗരവീഥികളിൽ ആവേശത്തിന്റെ അലകടൽ സമ്മാനിച്ചുകൊണ്ട് ചടയമംഗലം പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കിക്കൊണ്ട് നൂറുകണക്കിന് സഖാക്കളെയും ജനങ്ങളെയും ജനാധിപത്യ വിശ്വാസികളെയും അണിനിരത്തിക്കൊണ്ട് ചടയമംഗലം പഞ്ചായത്തിൽ CPI അവിഭാജ്യ ഘടകമാണ് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ നൂറുകണക്കിന് സഖാക്കളെ
കടന്നു വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കടയമംഗലം ലോക്കൽ സമ്മേളനത്തിന് നാളെ ലഭിച്ചുകൊണ്ട് ഈ നാടുണർത്തി നഗരമുണർത്തി നാടുവീതികളിലുള്ള ആവേശത്തിന്റെ അലകൾ സമ്മാനിച്ചുകൊണ്ട് കടയമംഗലം പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ ചങ്ങലയാക്കിക്കൊണ്ട് നൂറുകണക്കിന് സഖാക്കളെ അണിനിരത്തിക്കൊണ്ട് വൻപിച്ച പ്രകടനമാണ് ഈ നാടകത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരുന്നത്. ഈ നാടുണർത്തി നഗരമുണർത്തി നഗരവീതികളിൽ ആവേശത്തിന്റെ അലകൾ സമ്മാനിച്ചുകൊണ്ട് ഇതാ കടയമംഗലം പഞ്ചായത്തിൽ CPI ഇത് കരുത്ത് വിളിച്ചോടിക്കൊണ്ടുള്ള വൻപിച്ച പ്രകടനം ഈ നാടുണർത്തി CPIയുടെ 25ാം പാർട്ടി സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ലോക്കൽ സമ്മേളനത്തിൻ്റെ ചടയമംഗലം ലോക്കൽ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനം ചടയമംഗലം KSRTC മൈതാനത്ത് ആരംഭിക്കുകയാണ്. ആവേശോജ്വലമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചാണ് ഇവിടെ ഈ പാർട്ടി സഖാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. 23 പ്രിയപ്പെട്ട സഖാക്കൾ എല്ലാവരും തന്നെ ഇവിടെ ഈ ക്രമീകരിച്ച കസേരകളിൽ വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചടയമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള 23 ബ്രാഞ്ച് കമ്മിറ്റികളിലുള്ള സഖാക്കളാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ ഇവിടെ പങ്കെടുക്കുന്നത്. അല്പസമയത്തിന് തന്നെ പൊതുസമ്മേളനം ആരംഭിക്കും. പൊതുസമ്മേളനം സഖാവ് TP സുധീർ MP രാജ്യസഭാ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ലോക്കൽ സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള പ്രകടനം ചടയമംഗലം ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ആരംഭിച്ചു. ഇൻകുലാബ് സിന്ദാബാദ്, CPI സിന്ദാബാദ്, പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, ലോക്കൽ സമ്മേളനം സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്. നമ്മുടെ മുഴുവൻ സഖാക്കളും ഇവിടെ ഈ ക്രമീകരിച്ചിരിക്കുന്ന കസേരകളിൽ വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വന്ന ആളുകൾക്കനുസരിച്ചുള്ള കസേരകൾ ഇവിടെ ക്രമീകരിച്ചിട്ടില്ല എന്നറിയാം. എന്നാലും സഖാക്കൾ അഡ്ജസ്റ്റ് ചെയ്ത് ഈ യോഗം വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ യോഗ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്.
സഹകളെ, നമ്മുടെ ഈ പൊതുയോഗം ആരംഭിക്കുകയാണ്. ഈ പൊതുയോഗത്തിന്റെ അധ്യക്ഷനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവും ഈ ലോക്കൽ സമ്മേളനത്തിന്റെ സംഘാടക സമിതിയുടെ ചെയർമാനുമായ സഖാവ് എ മുസ്തഫയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഖാക്കളെ, നമ്മുടെ വേദിയുടെ പുറകിൽ നിൽക്കുന്ന കുറച്ചുകൂടി സഹാക്കൾക്ക് ഒരു 8-10 കസേര ഇതിന്റെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്തിരിക്കണമെന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുകയും വന്നിരിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പാർട്ടിയുടെ ഉപരി കമ്മിറ്റിയിലുള്ള സഖാക്കൾ ഈ വേദിയിലേക്ക് വന്നിരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സമ്മേളന നടപടികൾ ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗവും AIYF-ന്റെ ജില്ലാ നേതാവും സംഘാടക സമിതിയുടെ കൺവീനറുമായ സഖാവ് S. ഷാനവാസിനെ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി സ്വാഗതം പറയുന്നതിലേക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സഖാവ് എ മുസ്തഫ, യോഗം ഉദ്ഘാടനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് PP സുനീർ MP, യോഗത്തിൽ പങ്കെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസ്, അതിനോടനുബന്ധിച്ച് നമ്മുടെ പാർട്ടിയുടെ ഘടക സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചടയമംഗലം ലോക്കൽ സമ്മേളനത്തിനോടനുബന്ധിച്ചിട്ടുള്ള പ്രകടനവും പൊതുയോഗവുമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ 5 മണിക്ക് തന്നെ ഈ പ്രകടനം സമയബന്ധിതമായി തന്നെ ആരംഭിക്കണമെന്ന് തീരുമാനിച്ചായിരുന്നു. ആ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ നമ്മുടെ സഖാക്കൾ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേരുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പഞ്ചായത്തിലെ ഏറ്റവും ജനകീയ അടിത്തറയും കരുത്തുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വമ്പിച്ച ബഹുജന റാലിയാണ് ഇവിടെ സമാപിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഘടക സമ്മേളനങ്ങൾ നടക്കുമ്പോൾ നമുക്കറിയാം, വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ രാജ്യത്ത് ഭരണം നടത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളെയെല്ലാം കശാപ്പ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു സിനിമ പോലും നിർമ്മിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഒരു പൗരന്റെ എല്ലാ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരു വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റ് ഭരണം നടത്തുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടക സമ്മേളനങ്ങൾ നടക്കുന്നത്. അത്തരം രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഉദ്ഘാടകനടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സമയബന്ധിതമായി തന്നെ ഈ പൊതുയോഗം അവസാനിപ്പിക്കേണ്ടതായുണ്ട്. നമ്മുടെ ഉദ്ഘാടകന് ഈ ലോക്കൽ സമ്മേളനത്തിൻ്റെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്താൽ ഉടൻ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ആയൂർ ലോക്കൽ കമ്മിറ്റിയുടെയും സമ്മേളനവും പൊതുസമ്മേളനവും നടക്കുകയാണ്.
അപ്പോൾ അവിടെയും സഖാവ് PP സുനീർ MP ആണ് ആ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സമയബന്ധിതമായി തന്നെ ഈ പൊതുയോഗം അവസാനിപ്പിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് സഖാവ് A മുസ്തഫയാണ്. ആ സഖാവിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ ഈ ലോക്കൽ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ വിധത്തിലുള്ള നിർദ്ദേശവും എല്ലാം തന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സഖാവ് A മുസ്തഫയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദരണീയനായ നേതാവ് സഖാവ് A മുസ്തഫയെ ഈ യോഗത്തിലേക്ക് വളരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഒരു ശ്രദ്ധേയ വ്യക്തിത്വമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും നമ്മുടെ പ്രിയപ്പെട്ട MPയുമായ സഖാവ് PP സുനീറാണ്. സഖാവിനെ ഏറെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ സഖാവ് എസ് അഷ്റഫ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഹരി വി നായർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെ ഏറെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് M സജീവ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. സഖാവിനെ ഏറെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ മണ്ഡലത്തിലെ മുതിർന്ന നേതാവ്, നമ്മളെല്ലാവരും വക്കീൽ ഉച്ചാടൻ എന്ന് വിളിക്കുന്ന അഡ്വക്കേറ്റ് R ഗോപാലകൃഷ്ണപിള്ള സഖാവിനെ ഏറെ ബഹുമാനപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗമായ സഖാവ് J വിക്രമനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും ഈ സമ്മേളനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള നിർദ്ദേശവും സഹായവും എല്ലാം തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സഖാവ് M ബാബുരാജൻ, സഖാവ് M ബാബുരാജനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് G അജയൻ, സഖാവിന് കാലിന് അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ വേദിയിലേക്ക് കടന്നിരിക്കാത്തത്. നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന നമ്മുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് G അജയനെ ഏറെ ബഹുമാനപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സഖാവ് S ശ്രീജിത്ത്, സഖാവ് S നസീർ അടക്കമുള്ള പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഖാവ് മിനി സുനിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെ ഏറെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സമ്മേളനം റിപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള സാക്ഷി, മുദ്ര, ട്രൂത്ത് വിഷൻ അടക്കമുള്ള നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനെല്ലാം ഉപരി നമ്മുടെ 23 ബ്രാഞ്ചുകളിൽ നിന്നും നമ്മുടെ ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിനു വേണ്ടി സമയബന്ധിതമായി ഇവിടെ എത്തിച്ചേരുകയും വളരെ ആവേശപൂർവ്വം നമ്മൾ സംഘടിപ്പിച്ച ഈ പ്രകടനത്തിലും പൊതുയോഗത്തിലും പങ്കാളികളാവുന്ന ഏറെ പ്രിയപ്പെട്ട സഖാക്കളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പാർട്ടിയുടെ ചടയമംഗലം ലോക്കൽ കമ്മിറ്റി മെമ്പർമാരും ഈ സമ്മേളനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളായ സഖാക്കൾ സജീവ് കുമാർ, സഖാവ് പത്മകുമാർ, സഖാവ് S റാസി, സഖാവ് സുനിൽകുമാർ, സഖാവ് MR വിഷ്ണുരാജ്,
അതുപോലെ തന്നെ AITUC-യുടെ നേതാവ് കൂടിയായിട്ടുള്ള സഖാവ് T. വിമൽകുമാർ, സഖാവ് P. രാധാകൃഷ്ണൻ നായർ, സഖാവ് സുനിൽകുമാർ തിരുവഴി അടക്കമുള്ള ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സ്വാഗത പ്രാസംഗികൻ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ സൂചിപ്പിക്കുകയുണ്ടായത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. നമ്മുടെ ഉദ്ഘാടകന് തൊട്ടടുത്ത് മറ്റൊരു പ്രോഗ്രാം കൂടി ഉള്ളതുകൊണ്ട് അധ്യക്ഷനോ മറ്റാരെങ്കിലുമോ നീട്ടിവലിച്ച് അതിന് മുമ്പൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പാർട്ടിയുടെ 25ാം കോൺഗ്രസ് സെപ്റ്റംബർ മാസം ഒടുവിൽ ചണ്ഡീഗറിൽ വെച്ചാണ് ചേരുന്നത്. അതിന്റെ ഭാഗമായി നടക്കേണ്ടുന്ന ഘടക സമ്മേളനങ്ങൾ ബ്രാഞ്ചിൽ നിന്ന് ആരംഭിച്ച് ലോക്കൽ നിലവാരത്തിലുള്ള സമ്മേളനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ മണ്ഡലത്തിൽ 6 ലോക്കൽ സമ്മേളനങ്ങളാണ് നടക്കേണ്ടുന്നത്. 4 ഇതോടുകൂടി പൂർത്തിയാകും. 2 കൂടിയാണ് പിന്നെ ശേഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡലം സമ്മേളനം അടുത്ത മാസം 11, 12, 13 തീയതികളിലായി നിലമേൽ വെച്ചാണ് നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത്. സാക്കളെ, നമ്മുടെ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം ഈ ചടയമംഗലത്തിന്റെ മണ്ണ് വളരെ പവിത്രമായ ഒരു മണ്ണാണ്. അനേകം ആളുകൾ നേതൃത്വം നൽകിയിരുന്ന ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളിലൂടെയായി ഈ പാർട്ടിക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയ ആ വ്യക്തിത്വം ഇന്നും ഒരു പോറൽ പോലുമേക്കാതെ കാത്തുസൂക്ഷിക്കുന്ന ഇവിടുത്തെ പോരാളികളെ, ഇവിടുത്തെ സഖാക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ ഈ പറഞ്ഞ സമയത്തിന്റെ കുറവ് മൂലം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നും നാളെയുമായി നടക്കുന്ന ഈ സമ്മേളനത്തിൽ, തീർച്ചയായും നാളത്തെ സംഘടനാ സമ്മേളനത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സ്വയം വിമർശനപരമായി വിലയിരുത്തപ്പെടുമ്പോൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങളെയും എന്തെങ്കിലും കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയും സംബന്ധിച്ചൊക്കെ സമഗ്രമായി പ്രതിപാദിക്കാൻ നാളത്തെ സമ്മേളനം സഹായകരമായി മാറും. അതിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സഖാക്കൾ കൃത്യം 9:30 മണിക്ക് തന്നെ എത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പ്രതിനിധി ഹാളിലേക്ക് പ്രവേശിക്കണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് സഖാവ് P. സുനീറാണ്. ഏറെക്കാലം മലപ്പുറം ജില്ലയുടെ പാർട്ടി സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരുപാട് അനുഭവങ്ങൾ ആ സഖാവിലുണ്ട്. ആള് വളരെ ചെറുപ്പമാണ്. തീർച്ചയായും നമ്മുടെ പാർട്ടിയുടെ കേരള ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സഖാവ് P. സുനീർ നമ്മുടെ പാർട്ടിയുടെ പ്രതിനിധിയായി രാജ്യസഭയിലും അംഗമായി പ്രവർത്തിക്കുകയാണ്. ഈ കടന്നുപോയ, അല്ലെങ്കിൽ അദ്ദേഹം അവിടേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ കൂടുതൽ സമയമെടുത്ത് പറയാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. ഇപ്പോൾ ഏറ്റവും ലൈവായി നമ്മുടെ മുമ്പിലേക്ക് വന്നത് ഈ വഖഫ് ബിൽ വരുത്താൻ ഒരുങ്ങുന്ന ഭേദഗതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ അറിയാനുള്ള താല്പര്യമുള്ള ഒട്ടേറെ സഖാക്കൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സഖാവ് P. സുനീർ എടുക്കാവുന്ന പരമാവധി സമയം ഇവിടെ എടുത്ത് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ പ്രിയപ്പെട്ട സഖാവിനെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. സമ്മേളനത്തിൻ്റെ പ്രിയമുള്ള അധ്യക്ഷൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് സഖാവ് A. മുസ്തഫ, വേദിയിലുള്ള ദീർഘകാലം പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായൊക്കെ ഞങ്ങളോടൊപ്പമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് അഡ്വക്കേറ്റ് R. ഗോപാലകൃഷ്ണപിള്ള, സഖാവ് S. അഷ്റഫ്, മണ്ഡലം സെക്രട്ടറി ഹരി,
ഷാനവാസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ ഉൾപ്പെടെ വേദിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, ഈ റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുന്ന ചടയമംഗലം പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധീരരായ പ്രിയപ്പെട്ട സഖാക്കളെ, ബഹുമാനരായ നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദീർഘസമയമെടുത്ത് സംസാരിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നില്ല. ഈ സമ്മേളനത്തിൻ്റെ സംഘടനാപരമായ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ഇതുപോലൊരു ഉദ്യോഗത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രം പ്രത്യേകമായ ഇത്തരത്തിലുള്ള സംഘടനാ സമ്മേളനങ്ങൾ മറ്റ് ജനാധിപത്യ പാർട്ടികളെന്ന് അവകാശപ്പെടുന്ന പാർട്ടികൾക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത, പൂർണ്ണമായും ജനാധിപത്യ സംവിധാനത്തിലൂടെ അടിമുതൽ മുടിവരെ സംഘടനാപരമായ സമ്മേളനങ്ങൾ നടത്തി വിമർശനങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും കോട്ടങ്ങളെക്കുറിച്ചുമെല്ലാം വിമർശനവും സ്വയംവിമർശനവും നടത്തി നവീകരിച്ച പാർട്ടിയായി സമ്മേളനാനന്തരം കേരളത്തിലെയും ഇന്ത്യയിലെയും പാർട്ടി ഘടകങ്ങൾ മാറുന്ന ഏറ്റവും നിർണായകമായ സംഘടനാ സമ്മേളനങ്ങളാണ് ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന സെപ്റ്റംബർ മാസം 21 മുതൽ 25 വരെ പഞ്ചാബിൻ്റെ തലസ്ഥാനമായ ചണ്ഡീഗഡിൽ വെച്ചാണ് ഇത്തവണ പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസ് ചേരുന്നത്. സംസ്ഥാന സമ്മേളനം അതിനു മുമ്പായി സെപ്റ്റംബർ 8 മുതൽ 12 വരെ ആലപ്പുഴ ജില്ലയിൽ വെച്ചാണ് ഇത്തവണ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സമ്മേളനങ്ങളിലൊക്കെ തന്നെ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും ഗൗരവമേറിയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ദൈനംദിന ഭരണത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിമർശനപരമായി ഉൾപ്പെടെ അതിൻ്റെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും എല്ലാം സവിസ്തരം ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ സമ്മേളനങ്ങളെല്ലാം ചേരുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം നേരിടുന്ന രാഷ്ട്രീയമായ വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് ദീർഘസമയമെടുത്ത് പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലല്ല ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്താണ് ഇന്ത്യയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെന്ന് അറിയാത്തവരല്ല ഈ രാജ്യത്തെ ജനങ്ങൾ. കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യരും ഇന്ന് അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുരന്തസമാനമായ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ഒരുപാട് സമയമെടുത്ത് വിശദീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതാണ്ട് 10 വർഷം പൂർത്തിയാക്കി വീണ്ടും 2024 തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരുന്ന പുതിയ പുതിയ പരിഷ്കാരങ്ങളും നിയമങ്ങളും അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ, മിക്കപ്പോഴും ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളെടുത്ത് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഓരോ ദിവസം എന്താണെന്ന് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത, അതിന് സമാനമായൊരു സാഹചര്യം നമ്മുടെ ലോകത്ത് കാണുന്നത് നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, അമേരിക്കയിൽ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപാണ്. ട്രംപ് പ്രസിഡന്റായി വന്നതിന് ശേഷം പത്രക്കാരോടാണ്, പാർലമെന്റ് ചേർന്നതിന് ശേഷം അല്ല അദ്ദേഹം പറയുന്നത്, പത്രക്കാരോടാണ് ആദ്യം സംസാരിക്കുന്നത് ലോകരാജ്യങ്ങളുമായി ഏർപ്പെടുത്താൻ പോകുന്ന പകരച്ചുങ്കത്തെക്കുറിച്ച്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ഞങ്ങൾ പിന്മാറാൻ പോകുന്നു എന്ന് ഏകപക്ഷീയമായി അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയാണ്. ആ രീതിയിൽ ഓരോ ദിവസവും അദ്ദേഹത്തിന് വ്യക്തിപരമായി തോന്നുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ തന്നെ പ്രഖ്യാപിക്കുന്നു. ഇന്ന് 10% നികുതി പറയും, നാളെ 25%, മറ്റന്നാൾ അത് 100%. ഒരു വ്യവസ്ഥയുമില്ലാതെ, യാതൊരു തരത്തിലുമുള്ള ജനാധിപത്യ ഭരണഘടനാപരമായ മര്യാദകളും പാലിക്കാതെ ജനാധിപത്യ സംവിധാനങ്ങളെ മുഴുവൻ നോക്കുകുത്തിയാക്കി ലോകരാജ്യങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കുന്ന നിലപാടുകളുമായാണ് ഡൊണാൾഡ് ട്രംപ് പോകുന്നതെങ്കിൽ അദ്ദേഹത്തെ മൈ ഡിയർ ഫ്രണ്ട് എന്ന് അഭിസംബോധന ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സമാനമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഇപ്പോൾ പലസ്തീൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരന്തം എന്താണ് എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. എന്താണ് പലസ്തീനിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ? ആരാണ് പലസ്തീനെതിരായുള്ള ഇസ്രായേലിന്റെ യുദ്ധത്തെ സഹായിക്കുന്നതും ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ 10,000-കണക്കിന് വരുന്ന മനുഷ്യരെ, പിഞ്ചു കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും ഉൾപ്പെടെ നിഷ്ഠൂരമായി കൊന്നൊടുക്കുന്ന ഈ ലോക സാമ്രാജ്യത്വത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെയും ജനാധിപത്യ മതേതര വിശ്വാസികളെയും പ്രത്യേകിച്ച് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും കൊന്നെടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത നരേന്ദ്രമോദിയുടെ ഗവൺമെന്റാണ് കഴിഞ്ഞ 11 വർഷത്തോളമായി നമ്മുടെ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുന്നത്. നരേന്ദ്രമോദി BJPയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയല്ല എന്ന് നമുക്കറിയാം. അടൽ ബിഹാരി വാജ്പേയിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ BJPയുടെ പ്രധാനമന്ത്രി. 98 മുതൽ 2004 വരെ അദ്ദേഹം ഭരിച്ച ആ കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട്. ആ വാജ്പേയി ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് കറകളഞ്ഞ RSSന്റെ നേതാക്കന്മാർ പരസ്യമായി പറഞ്ഞുകൊണ്ടിരുന്നത് വാജ്പേയി ഞങ്ങളുടെ പൊയ്മുഖമാണ്, യഥാർത്ഥ മുഖമല്ല എന്നാണ്. അന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ആരാണ് BJPയുടെ യഥാർത്ഥ മുഖമെന്ന് അവരോട് സ്വയം ചോദിച്ചിരുന്നുവെങ്കിൽ അതിനുള്ള ഉത്തരം പിന്നീട് നമ്മൾ കണ്ടത് 2014 നരേന്ദ്രമോദിയാണ് BJPയുടെ യഥാർത്ഥ മുഖമെന്ന് ഇന്ന് അഭിമാനത്തോടു കൂടി RSS പറയുകയാണ്.
RSSന്റെ നാഗ്പൂരിലെ ഓഫീസിൽ പോയി ചർച്ച നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി, അതും ഈ നരേന്ദ്രമോദിയാണ് എന്ന് ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൂടാൻ പാടില്ലാത്തത്? അത് മുഴുവൻ ഗവൺമെന്റ് ഔദ്യോഗികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏറ്റവും നിസ്സഹായരായി നിരാരംഭരായി സ്വന്തം ജന്മനാട്ടിൽ അഭയാർത്ഥികളായി മാറുന്ന കോടിക്കണക്കിന് മനുഷ്യരുള്ള ഇന്ത്യയായി നമ്മുടെ രാജ്യം മാറി. ഇത് നമ്മളൊരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിനെതിരെയോ BJPക്കെതിരെയോ ഉന്നയിക്കുന്ന കാര്യമല്ല. ഐക്യരാഷ്ട്രസഭ പോലെയുള്ള ലോക ജനാധിപത്യ വേദികളിൽ പോലും പരസ്യമായി നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അതിന്റെ ഉത്തരവാദപ്പെട്ട സമിതികളിൽ അവതരിപ്പിക്കുന്ന ആധികാരിക രാഷ്ട്രീയ റിപ്പോർട്ടുകളിൽ പോലും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും മതേതര വിശ്വാസികളും ഇന്ത്യ രാജ്യവും അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആപൽകരമായ കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്നു എന്ന് ആധികാരികമായി ലോക ജനാധിപത്യ രാഷ്ട്രവേദികൾ അഭിപ്രായപ്പെടുകയാണ്. ഇത് BJPക്കെതിരെ നമ്മൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയമായ ആരോപണമല്ല. വാജ്പേയിയുടെ കാലത്ത് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ നമുക്കറിയാം. ആ നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് 2002 ഗുജറാത്ത് കലാപം നടക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സിനിമ ആ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചിറങ്ങിയ ഏറ്റവും അവസാനത്തെ സിനിമയാണ്. ആ ഗുജറാത്ത് കലാപത്തിന്റെ നാളുകളിൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് ലോക ജനാധിപത്യ രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ലോക വാർത്താമാധ്യമങ്ങൾ അമേരിക്കയിൽ വെച്ച് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത്, എന്താണ് ഗുജറാത്തിൽ നടന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം മുമ്പാകെ വെച്ച് ലോക മാധ്യമങ്ങളോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പരസ്യമായി പറഞ്ഞത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അപമാനഭാരത്താൽ എന്റെ ശിരസ് കുനിഞ്ഞു പോകുന്നു എന്നാണ്. സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ നടപടികൾ കൊണ്ട് ലോകരാജ്യങ്ങളുടെ മുമ്പാകെ ശിരസ് കുനിഞ്ഞു നിൽക്കേണ്ട വന്ന പ്രധാനമന്ത്രിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി എങ്കിൽ BJPയുടെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ അല്പമെങ്കിലും ജനാധിപത്യ ബോധം അവശേഷിച്ചിരുന്ന നേതാവായിരുന്നു അടൽ ബിഹാരി വാജ്പേയി എന്ന് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രം രേഖപ്പെടുത്തും. ഇപ്പൊ എന്താണ് നമ്മുടെ രാജ്യത്തെ സംഭവവികാസങ്ങൾ? ഞാനെല്ലാം പറഞ്ഞു പോകേണ്ടതില്ല. ഏറ്റവും അവസാനം ഇവിടെ സൂചിപ്പിച്ചു, ഇന്ന് ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രതിഷേധ ദിനമായി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആചരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്ന് എന്നുള്ള നിലയിൽ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ ഈ ഗവൺമെന്റിനെതിരെ നിയമയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. മറ്റു നിരവധി പാർട്ടികളുണ്ട്. ആ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ നിയമവിരുദ്ധമായ, ഈ ധിക്കാരപൂർണമായ, ഈ ജനാധിപത്യ മതേതര വിരുദ്ധമായ ഈ നിയമത്തിനെതിരെ, ഈ ഭേദഗതികൾക്കെതിരെ നിയമയുദ്ധം നടത്താനും രാഷ്ട്രീയ പോരാട്ടം നടത്താനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പാർട്ടിയുടെ ദേശീയ കൌൺസിലിന്റെ ആഹ്വാനപ്രകാരം ഇന്ന് ഇന്ത്യ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് ഈ കൊള്ളരായ്മകളെ കുറിച്ച്, ഈ ജനവിരുദ്ധ നിയമം എന്താണ് എന്ന് വിശദീകരിക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചത്. ഇവിടെ സാക്കൾ സൂചിപ്പിച്ചല്ലോ, ഈ വഖഫ് ഭേദഗതി ബില്ല് BJP ഗവൺമെന്റ് എന്നു മുതലാണ് ചർച്ച ചെയ്തു തുടങ്ങിയത്? BJP ഗവൺമെന്റ് ഇപ്പൊ ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റിൽ പ്രസംഗിച്ചു. നമ്മുടെ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു. ഞങ്ങളൊക്കെ ആ പ്രസംഗം നേരിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭയിലും അദ്ദേഹം പ്രസംഗിച്ചു, രാജ്യസഭയിലും അദ്ദേഹത്തിനെയാണ് ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങൾ ഈ ബില്ല് കൊണ്ടുവരുന്നത് കേരളം എന്ന് പറയുന്നൊരു സംസ്ഥാനമുണ്ട്, അവിടെ മുനമ്പം എന്ന് പറയുന്നൊരു പ്രദേശത്ത് 400 കുടുംബങ്ങൾ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ സഹായിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ നിയമം കൊണ്ടുവരുന്നത് എന്ന് പാർലമെന്റിൽ കിരൺ റിജിജു പ്രസംഗിച്ചു. ആ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഞങ്ങളൊക്കെ പങ്കെടുത്ത ചർച്ചയിൽ കേരളത്തിൽ നിന്നുള്ള കേരള കോൺഗ്രസിന്റെ ചെയർമാനായിട്ടുള്ള ശ്രീമാൻ ജോസ് കെ മാണി MP, അദ്ദേഹം രാജ്യസഭയിലെ വിഷയത്തിൽ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞ MP-യാണ്. ഞങ്ങൾ ഇടതുപക്ഷ MP-മാരുടെ യോഗത്തിലും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി നേതാക്കന്മാരെയും വിളിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു. അദ്ദേഹം ചില വിഷയങ്ങൾ അതിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള അനുവാദം വേണം. ഞങ്ങൾ പറഞ്ഞു, ബില്ലിനെതിരെ വോട്ട് ചെയ്യുക എന്നുള്ളത് ഇടതുപക്ഷ മുന്നണിയുടെ MP എന്നുള്ളതിൽ തീർച്ചയായും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്നത് നമുക്ക് ആർക്കും കഴിയില്ല. എന്നാൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്, അതിൽ തടസ്സമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായി ആ മുന്നണി യോഗത്തിലെ MP-മാരുടെ യോഗത്തിലും ഇടതുപക്ഷ നേതാക്കന്മാരുടെ അനുവാദത്തോടുകൂടി അദ്ദേഹം രാജ്യസഭയിൽ സംസാരിച്ചപ്പോൾ ഈ കിരൺ റിജിജു മന്ത്രിയോട് നേരിട്ട് ചോദിച്ചു. അമിത്ഷായും കിരൺ റിജിജുവൊക്കെ ഉൾപ്പെടെയുള്ള മന്ത്രിമാരിയ്ക്കുകയാണ്. രാത്രി 2 മണി 3 മണി വരെയാണ് സമ്മേളനം. മണിപ്പൂർ വിഷയമടക്കം ചർച്ച ചെയ്ത് രാജ്യസഭ അവസാനിക്കുന്നത് പിറ്റേ ദിവസം പുലർച്ചെ 4:30 മണിക്കാണ്. സഭ പിരിച്ചുവിടുമ്പോൾ എല്ലാവരോടും യാത്ര പറയുന്ന രാജ്യസഭയുടെ അധ്യക്ഷൻ, നമ്മുടെ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി ആ ജഗ്ദീപ് ധൻഖർ പറഞ്ഞത് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ടാണ് അത് പിരിയുന്നത്. മണിക്കൂറുകൾക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജ്യസഭാ നടപടി അവസാനിപ്പിച്ചത്. ആ രാജ്യസഭാ സമ്മേളനത്തിൽ വെച്ച് ജോസ് കെ മാണി ചോദിച്ചു, ഈ ബില്ല് അവതരിപ്പിച്ചാൽ, ഇത് നാളെ നിയമമായി മാറിയാൽ ഇവിടെ മന്ത്രി പറഞ്ഞ മുനമ്പം വിഷയം തീരും എന്ന് ഗ്യാരണ്ടി മന്ത്രിക്ക് പറയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ആ വകുപ്പുകളെ ഞാൻ പിന്താങ്ങുന്നു. ഇതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. ആ വിഷയം തീർക്കാൻ കഴിയുമെങ്കിൽ ആ വകുപ്പുകളെ ഞാൻ പിന്താങ്ങുന്നു. ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ അപ്പോഴും പറഞ്ഞു, ഒരു കാരണവശാലും തീരാൻ വേണ്ടി പോകുന്നതല്ല, മുനമ്പത്തെ വിഷയം കണ്ടുകൊണ്ടല്ല,
മുനമ്പ വിഷയം ഉണ്ടായതിനു ശേഷമല്ല ഈ വിഷയത്തെക്കുറിച്ച്, ഈ നിയമത്തെക്കുറിച്ച് BJP ചർച്ച ചെയ്തത്. അതിനും എത്രയോ മുമ്പ് അവരുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടെ ഈ നിയമത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരും എന്ന് എഴുതി വെച്ച ആളുകളാണ് അവർ. അന്ന് മുനമ്പത്തെ വിഷയം തുടങ്ങിയിട്ടില്ലല്ലോ, ഇതുപോലെ കേസും സമരവും ആരംഭിച്ചിട്ടില്ലല്ലോ. ആ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് ആലോചിച്ച ബില്ലിൽ ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് എന്തിനു വേണ്ടിയാ? കേരളത്തിലെ 2 BJP മന്ത്രിമാർ പോയി ഈ കേന്ദ്രമന്ത്രിമാരെ കണ്ട് ഇതുകൂടി അതിൽ വിഷയമാക്കി മാറ്റി. നമ്മുടെ രാജ്യത്തെ കേരളത്തിൽ ഉൾപ്പെടെ പല ആളുകളും അതിന് പിന്തുണക്കുന്നത് നമ്മൾ കണ്ടു. ആ മുനമ്പം സമരഭൂമിയിലെ പാവപ്പെട്ട സമരക്കാരുടെ അടുത്ത് പോയി കേരളത്തിലെ BJPയുടെ പുതിയ പ്രസിഡന്റ് പോയി അവരെ സ്വീകരിക്കുന്നതും അവർ പടക്കം പൊട്ടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുന്നതും BJPയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അവർ മധുരം വിതരണം ചെയ്തതും ആഘോഷിക്കുന്നതുമൊക്കെ നമുക്കാർക്കും വിരോധമുള്ള കാര്യമല്ല. പക്ഷേ വളരെ ലളിതമായി പറഞ്ഞാൽ ആ സമയവും പൈസയും പോയി എന്നല്ലാതെ ആ പാവപ്പെട്ട സമരക്കാരെ സംബന്ധിച്ച് ഒരു മാറ്റവും ഈ നിയമം കൊണ്ടുണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. എന്താണ് BJPയുടെ ഉദ്ദേശം? ഈ BJP കൊണ്ടുവരുന്ന ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകളോട് പോലും ചോദിക്കുമ്പോൾ ആ നിയമം കൊണ്ടുവരുന്നത് നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇവർ പ്രചരണം നടത്തുന്നത്. മുമ്പ് മുത്തലാഖ് ബില്ല് കൊണ്ടുവരുമ്പോൾ BJP പറഞ്ഞു 2, 3, 4 പെണ്ണും കെട്ടി ഇഷ്ടംപോലെ മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് നടക്കുകയാണ്, ഒരു നിയമവും നിയന്ത്രണവും ഇല്ല, അതുകൊണ്ട് നിയമം കൊണ്ടുവരണം. 2, 3 പെണ്ണും കെട്ടുന്നതിനെയും അല്ലെങ്കിൽ ഈ തരത്തിൽ മുത്തലാഖിനെയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്തും പിന്തുണക്കുന്ന പാർട്ടിയല്ല, അതിന് നിയമപരമായി നിയന്ത്രിക്കുന്നതിൽ യാതൊരു തടസ്സവും കാണുന്ന പാർട്ടിയുമല്ല. പക്ഷേ BJPയുടെ ലക്ഷ്യം എന്താണ്? ഈ വിധവകളാകുന്ന മുസ്ലിം സ്ത്രീകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണോ അവർ നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചത്? അങ്ങനെയാണ് നിയമം കൊണ്ടുവരുന്നതെങ്കിൽ ആ നിയമം എങ്ങനെയായിരിക്കണം? ഇപ്പൊ കൊണ്ടുവന്ന പോലെയുള്ള നിയമമാണോ? നമ്മൾ കാണുന്നത് ആ നിയമത്തിൽ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചാൽ ഹിന്ദുമതത്തിലും ക്രിസ്തു മതത്തിലും മറ്റു മതവിഭാഗങ്ങളിലും പെട്ട മുസ്ലിം മതവിഭാഗത്തിൽ ഒഴികെയുള്ള ആ പുരുഷന്മാരുടെയൊക്കെ പേരിൽ സിവിൽ കേസുകളാണ് നമ്മുടെ രാജ്യത്ത് കോടതികളിൽ പോകാൻ സാധിക്കുക. എന്നാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം ഒന്നിൽ കൂടുതൽ കല്യാണം കഴിച്ചാൽ അത് ക്രിമിനൽ കേസായി ഇന്ത്യ രാജ്യത്ത് മാറും. ഇതെങ്ങനെയാണ് തുല്യനീതിയാകുന്നത്? ഇതാരെയാണ് സഹായിക്കുന്നത്? പൗരത്വ ഭേദഗതി കൊണ്ടുവന്നപ്പോഴും എന്താണ് BJP എടുക്കുന്ന നിലപാട്? നമ്മുടെ രാജ്യത്ത് പൗരത്വം കൊടുക്കുന്നതിന് മതം ഒരു മാനദണ്ഡമേ അല്ല എന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ എത്രയോ കൃത്യമായി എഴുതി വെക്കുകയും ഒരുപാട് പാർലമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി ചർച്ചകളിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടായ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായ കമ്മിറ്റികൾ ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞൊരാശയത്തെ വീണ്ടും തിരികെ കയറ്റിയാണ് BJP ഇത്. അയൽ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിൽ മുസ്ലിം മതവിഭാഗത്തിൽ ഒഴിച്ചുള്ള ആളുകൾക്കൊക്കെ ഇന്ത്യ രാജ്യത്തെ പൗരത്വം കൊടുക്കാം. ഇത് തുല്യനീതിയാണോ? അതേ രീതിയിൽ തന്നെയുള്ള ഒരു നിയമമാണ് ഇവിടെ കൊണ്ടുവന്നത്. ഞാനതിന്റെ എല്ലാ വിശദാംശങ്ങളും പറയുന്നില്ല. ഇപ്പൊ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വഖഫ് ട്രിബ്യൂണൽ. ആ വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നതിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട കേസ് കൊടുക്കാൻ കഴിയൂ എന്നാണ്. ആ വഖഫ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ആദ്യം അതേ പറയാം. വഖഫ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ആളുകൾ വിചാരിക്കും ഏതോ പള്ളിയിലെ മുത്തവല്ലിമാരോ മൗലവിമാരോ ഖത്തീബുമാരോ ഒക്കെ ഇരുന്നുണ്ടാക്കുന്ന ട്രിബ്യൂണലാണ് എന്ന് നമുക്ക് തോന്നും. ഈ കേരളത്തിലെ വഖഫ് ട്രിബ്യൂണലിലെ ജഡ്ജി ആരാണ്? ഈ രാജ്യത്തെ ജനങ്ങൾ ഒരുപക്ഷെ ആളുകൾ ശ്രദ്ധിക്കാത്ത വിഷയമാവും. ഈ വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന ബോഡിയല്ല. ആ വഖഫ് ട്രിബ്യൂണലിന്റെ ജഡ്ജ് രാജൻ തട്ടിൽ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഹിന്ദുമത വിശ്വാസിയായ, ഹിന്ദുമത പ്രാക്ടീസ് ചെയ്യുന്ന, അത് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയായ ആളാണ്. രാജൻ തട്ടിലാണ് അതിൽ ജഡ്ജിയായി ഈ വഖഫ് ട്രിബ്യൂണലിൽ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുനമ്പം കേസ് ഉൾപ്പെടെ അദ്ദേഹമാണ് കേൾക്കുന്നത്, അദ്ദേഹത്തിന്റെ കോടതിയാണ് കേൾക്കുന്നത്. ആ ട്രിബ്യൂണലിനെ കുറിച്ചാണ് ഇവർ പറയുന്നത് അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ അവരുടെ മാത്രം കോടതിയാണ് എന്ന്. ആ കോടതിയിൽ പോയി അത് നിയമപരമായി അത് പോരായ്മയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഹർജി പോകാൻ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകാനുള്ള നിയമനിർമ്മാണമാണ്, ഭേദഗതിയാണ് കൊണ്ടുവരുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്നാൽ അതാണോ ഇവർ കൊണ്ടുവന്ന ഭേദഗതി? ആ ഭേദഗതിയിൽ ഇവർ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനൊരു സെൻട്രൽ വഖഫ് ബോർഡ് ഇപ്പൊ പുതുതായി രൂപം കൊടുക്കാൻ പോവുകയാണ്. ആ സെൻട്രൽ വഖഫ് ബോർഡിൽ 21 അംഗങ്ങളാണ് അതിൽ മെമ്പർമാരായിട്ടുള്ളത്. ഇവരുടെ പുതിയ ഭേദഗതി പ്രകാരം ആ 21ൽ 13 പേരും മുസ്ലിം മതവിശ്വാസികളായിരിക്കേണ്ടതില്ല. 21 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയിൽ മുസ്ലിം മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ സ്ഥാപനങ്ങളെയും സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യുമ്പോൾ അതിൽ 13 ആളുകളും ആ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളല്ലാതിരുന്നാൽ അതെങ്ങനെയാണ് ആ മതവിശ്വാസികളെ സംബന്ധിച്ച് അത് നീതിപൂർവമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുക? ആ രീതിയിലേക്ക് അന്യമത വിശ്വാസികൾ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമായി ഭേദഗതി കൊണ്ടുവരികയാണ്. ഇവിടെ ശബരിമല ഉൾപ്പെടെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ, ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ, കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ഒരു മുസ്ലിം മതവിശ്വാസിയെ പ്രതിനിധിയായി ഇരുത്താൻ നമ്മുടെ രാജ്യത്തെ സംസ്ഥാനത്ത് ഗവൺമെന്റ് തീരുമാനിച്ചാൽ എന്തായിരിക്കും കേരളത്തിന്റെ സാഹചര്യം? ആ ദേവസ്വം ബോർഡുകളിലേക്ക് ആളുകളെ നാമനിർദ്ദേശം ചെയ്യാൻ പോലും ഹിന്ദു വിശ്വാസികളായ MLA-മാരും മന്ത്രിമാരും മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ. ഈ പുരോഗമന കേരളത്തിൽ പോലും അതാണ് നിയമം. മറ്റു സംസ്ഥാനങ്ങളിൽ എന്തായിരിക്കും അവസ്ഥ? ആ രീതിയിലേക്ക് ആടിനെ പട്ടിയാക്കുന്ന, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന, ജനങ്ങളെ ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്ന,
ഈ ഗവൺമെന്റ് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട പല ബിഷപ്പുമാരും തിരുമേനിമാരും വൈദികന്മാരും ഒക്കെ ഈ BJPയുടെ പ്രചരണം കേട്ട് വിശ്വസിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന പത്രലേഖനങ്ങളും അതുപോലെയുള്ള പ്രസംഗങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ തമ്മിൽ പരസ്പരം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഈ രീതിയിൽ വേർതിരിച്ച് നിർത്തിക്കൊണ്ട് വിഭാഗീയതയുണ്ടാക്കി, ലഹളയുണ്ടാക്കി, കലാപമുണ്ടാക്കി ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭരണാധികാരത്തിൽ തുടർന്നു പോകാമെന്ന ഒരൊറ്റ അജണ്ട മാത്രമേ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കുള്ളൂ. അവരുടെ ഗവൺമെന്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല. കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാം, വിലക്കയറ്റം പിടിച്ചു നിർത്താം, എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകി വന്ന ഗവൺമെന്റാണ്. പാവപ്പെട്ടവനൊക്കെ ജൻധൻ അക്കൗണ്ട് തുടങ്ങി കാത്തിരിക്കുകയല്ലേ. 15 ലക്ഷം അക്കൗണ്ടിലേക്ക് വരും. ഏതെങ്കിലും BJPക്കാരുടെ അക്കൗണ്ടിലേക്ക് 15 പൈസ ഇന്ത്യ രാജ്യത്ത് വന്നിട്ടുണ്ടോ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം? ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ആശാസമരമാണെങ്കിലും സപ്ലൈകോ വിഷയമാണെങ്കിലും എല്ലാത്തിന്റെയും കാതലായ കാര്യം എവിടെയാണ്? ഈ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന രാഷ്ട്രീയ വിവേചനമാണ്, ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളാണ്. ആ നിലപാടുകൾ തന്നെയാണ് തുടർച്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വഖഫ് ബില്ലാണെങ്കിലും ദേവസ്വം ബില്ലാണെങ്കിലും ഏത് മതവിഭാഗത്തിന്റെ ബില്ലിലാണെങ്കിലും നിയമത്തിലാണെങ്കിലും ഗവൺമെന്റ് നീതിപൂർവമായി ഇടപെടുന്നതിനെ ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്നില്ല. പുരോഗമനപരമായ സമൂഹം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ കൊണ്ടുവരണം. അന്ധമായ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നിയമങ്ങൾക്ക് പകരം കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അത് ആ ബന്ധപ്പെട്ട വിഭാഗങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുമായി കൂടി ചർച്ച ചെയ്തുകൊണ്ട്, ഇപ്പൊ മന്ത്രി രാജ്യസഭയിൽ പറഞ്ഞത്, ഞങ്ങളോട് ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത് ഏതാണ്ട് 2500ഓളം ആളുകളെ ഞങ്ങൾ കേട്ടു. കേരളത്തിൽ ഉൾപ്പെടെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ ഞങ്ങൾ ചർച്ച ചെയ്തു. 26 സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്തു, പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച ചെയ്തു, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഉണ്ടാക്കി അതിൽ ചർച്ച ചെയ്തു എന്നല്ലാതെ ഒരു ഭേദഗതിയെങ്കിലും ഒരു വരിയെങ്കിലും ഈ പറയുന്ന ആളുകളൊക്കെ പറഞ്ഞത് BJP അംഗീകരിച്ചു. അവർ കൊണ്ടുവന്ന ഔദ്യോഗിക ഭേദഗതി 14 BJP കൊണ്ടുവന്ന ഭേദഗതികൾ ഔദ്യോഗികമായി അംഗീകരിച്ചുകൊണ്ട് ആ ഭേദഗതി മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമമാക്കി മാറ്റി. ആ നിയമമൊക്കെ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗൗരവപൂർവ്വം കാണുന്നത്. ആ നിയമം അവതരിപ്പിച്ച 3ാമത്തെ ദിവസം വെള്ളിയാഴ്ച ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നടന്ന മുസ്ലിങ്ങൾ പങ്കെടുത്ത റാലി, 10,000 വരുന്ന മുസ്ലിങ്ങൾ തെരുവിലിറങ്ങി ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. നാളെ അതൊക്കെ 20 കോടിയിലേറെ വരുന്ന ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ മുഴുവൻ ഈ ഭൂമുഖത്ത് തുടച്ചു നീക്കി ഇവിടെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാം എന്ന് BJP കരുതുന്നുണ്ടോ? BJPയുടെ ആവശ്യം അതല്ല. ഈ വിഷയം ആളി കത്തി നിൽക്കണം. എല്ലാ സമയത്തും ഇതൊരു പ്രചരണായുധമാക്കി മാറ്റണം. അയോധ്യ അവസാനിച്ചപ്പോ പുതിയ വിഷയങ്ങൾ അവർ കൊണ്ടുവരികയാണ്. ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഇന്നലെ നിങ്ങൾ ഔറംഗസീബിനെ കുറിച്ച് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഈ വഖഫ് ബില്ലിനെ കുറിച്ച് പറയും, നാളെ നിങ്ങൾ വേറെ ഏതെങ്കിലും മുസ്ലിം വിഷയം എടുക്കും. നിങ്ങൾക്ക് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ രാജ്യത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ജീവൽ പ്രധാനമായ പ്രശ്നമാണ്. എന്താണ് ഈ വഖഫ് സ്വത്തുക്കളെന്ന് നമുക്ക് കേരളത്തിൽ നിന്ന് ചിന്തിച്ചാൽ നമുക്കത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല ഇവരുടെ താല്പര്യം എന്താണ് എന്ന്. ഇപ്പൊ കേരളത്തിൽ എങ്ങനെയാണ് വഖഫ് ഉണ്ടാകുന്നത്? ഞങ്ങളുടെയൊക്കെ കുടുംബം പൂർവ്വകാലത്ത് വഖഫ് കൊടുത്ത ആളുകളാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. 20 ഏക്കർ കൊടുത്ത കുടുംബമാണ് എന്ന് അഭിമാനത്തോടു കൂടി കാരണന്മാർ പറയാറുണ്ട്. ഇപ്പൊ 20 സെന്റ് ഇല്ല കുടുംബാംഗങ്ങൾക്ക്. ഏത് രീതിയിലാണ് അതൊക്കെ കൊടുത്ത് അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പൊ ആരും വഖഫ് കൊടുക്കുന്നത് പോയി അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാലഘട്ടമാണ്. ഇതൊക്കെ 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണ്. ആ കാലത്ത് അത് കൊടുക്കാൻ ഭൂമിയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ BJP ലക്ഷ്യം വെക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനം വരില്ലേ? എത്ര ഭൂമിയാണ് BJP വിട്ടുകൊടുത്തിട്ടുള്ളത് മുസ്ലിങ്ങൾക്ക്? ഇന്ത്യ രാജ്യത്ത് ആവശ്യപ്പെട്ട ഈ നൂറ്റാണ്ടുകളോളം 4 നൂറ്റാണ്ടിലധികം പ്രാർത്ഥിച്ചിരുന്ന മുസ്ലിം പള്ളി അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിച്ചു തകർത്ത് അവിടെ അമ്പലമുണ്ടാക്കിയ ആളുകളാണ് പറയുന്നത് ഈ പാർലമെന്റ് ചോദിച്ചാൽ നമ്മൾ വിട്ടുകൊടുക്കേണ്ടില്ലേ? എന്ത് വൈകാരികമായിട്ടാണ് പ്രസംഗിക്കുന്നത്? വാർത്താമാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഏത് പാർലമെന്റിനകത്ത് ചെല്ലാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ഒരൊറ്റ MP BJPക്ക് മുസ്ലിം MPമാരുണ്ടോ? ഒരു മന്ത്രി ക്യാബിനറ്റിലുണ്ടോ? ഈ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷമല്ലേ? അവരെ പ്രദാനം ചെയ്യാൻ, അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഈ BJPക്ക് വല്ല താല്പര്യമുണ്ടോ? ആ ആളുകളാണ് പറയുന്നത് പാർലമെന്റും സുപ്രീം കോടതിയും ഉൾപ്പെടെ. നമ്മൾ കാണേണ്ടത് അഭിമാനകരമായ ഒരു പാരമ്പര്യം ആ വിഭാഗത്തിൽ ഉണ്ടായിരുന്നു എന്നല്ലേ? അവർ കൊടുത്ത ഭൂമിയിലല്ലേ? മുഗൾ രാജാക്കന്മാരുണ്ടാക്കിയ കൊട്ടാരങ്ങളിലല്ലേ ഈ BJP നേതാക്കന്മാരെല്ലാം അന്തിയുറങ്ങുന്നത്? ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായി അവർ അഭിമാനിക്കുന്ന സ്ഥാപനങ്ങൾ എന്താണ്? അവിടെ സംസാരിച്ച ഒട്ടുമിക്ക നേതാക്കന്മാരും അതെല്ലാം ചൂണ്ടിക്കാണിച്ചു. ഞങ്ങൾക്ക് 3 മിനിറ്റാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംസാരിക്കാൻ കിട്ടുന്നത്. എണീറ്റ് നിൽക്കുമ്പോഴേക്കും 1 മിനിറ്റ് കഴിഞ്ഞു. ഇരിക്കാൻ 1 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് സംസാരിക്കാം. എവിടെ പറയാൻ പറ്റും കഴിയും? CPM 5 മിനിറ്റ്, ജോൺ ബ്രിട്ടാസ് 5 മിനിറ്റ് കിട്ടി. എനിക്ക് 3 മിനിറ്റാണ് അതിന് സംസാരിക്കാൻ കിട്ടിയത്. ബാക്കി സമയം കിട്ടിയ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം സമയമെടുത്ത് ഈ കാര്യങ്ങളെല്ലാം അവിടെ വിശദീകരിച്ചു. ആ ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടി പറയാനില്ല. അവരാരും ഈ രാജ്യത്ത് ഒന്നും കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ടില്ല. കൊള്ളയടിച്ച ബ്രിട്ടീഷുകാരാണ്. ഇപ്പൊ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കക്കാരാണ്. അവരോട് നിങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല, യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ഈ രാജ്യത്തിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത, ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനുൾപ്പെടെ ഈ രാജ്യത്തിന് വേണ്ടി വിലപ്പെട്ട 10,000 കണക്കിന് ജീവൻ നഷ്ടപ്പെടുത്തിയ, ഈ രാജ്യം വിഭജിക്കുന്ന സന്ദർഭത്തിൽ
മുസ്ലിങ്ങൾക്ക് വേണ്ടി സ്വന്തമായ ഒരു രാജ്യമിത പാകിസ്ഥാൻ. ആ പാകിസ്ഥാനിലേക്ക് നമുക്ക് പോകാം എന്ന് മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ ദേശീയ ബോധമുള്ള ഇന്ത്യയിലെ മുസൽമാൻ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനും മുഹമ്മദ് റഹ്മാൻ സാഹിബും മൗലാന അബുൽ കലാം ആസാദും പോലെയുള്ള ദേശീയ മുസ്ലിം നേതാക്കന്മാർ മുഹമ്മദ് അലി ജിന്നയോട് പറഞ്ഞത്, ഞങ്ങളുടെ ജനിച്ച മണ്ണിൽ ഞങ്ങൾ മരിച്ചുകൊള്ളാം, ഞങ്ങളുടെ ജീവിച്ചുകൊള്ളാം, ഞങ്ങൾക്ക് ഇസ്ലാമിക രാഷ്ട്രം വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ആ ദേശീയ നേതാക്കന്മാരുടെ പിന്തുണക്കാരാണ് ഇന്ന് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അവരെവിടെ നിന്നെങ്കിലും കുടിയേറി വന്ന ആളുകളല്ല. അവർ രാജ്യത്ത് നൂറ്റാണ്ടുകളായി ജനിച്ചു വളർന്ന് ജീവിച്ചു പോകുന്ന ആളുകളാണ്. അവരോട് ദേശീയതയെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ RSSകാരൻ എന്താ അവകാശം? RSS ഈ രാജ്യത്തിന്റെ ദേശീയതയുമായി ബന്ധപ്പെട്ട് എന്ത് പാരമ്പര്യം? ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും RSS എന്ന് പറയുന്ന ഒരു പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 925 രൂപീകരിക്കപ്പെട്ട സംഘടനയല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച 925 തന്നെയാണ് RSS ഇന്ത്യ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടത്. ഈ 100 വർഷം പിന്നിടുമ്പോൾ സ്വന്തം പാർട്ടിയുടെ ചരിത്രം അഭിമാനകരമല്ല എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം മാറ്റി എഴുതാൻ RSS തീരുമാനിച്ചത്. ചരിത്ര ഗവേഷണ കൗൺസിലിലും വിദ്യാഭ്യാസ കമ്മിറ്റികളിലും സർവകലാശാലകളിലും എല്ലാം RSS പുതിയ രാജ്യചരിത്രം പഠിപ്പിക്കുകയാണ്. അവർക്ക് അഭിമാനകരമല്ലാത്ത, അവർക്ക് പങ്കാളിത്തമില്ലാത്ത ഒരു ചരിത്രം മാറ്റി അവരുടെ നേതാക്കന്മാർക്ക് പങ്കുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു പുതിയ ചരിത്രം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ഈ RSS BJP ഗവൺമെന്റിന്റെ നെറികെട്ട ഈ ജനാധിപത്യ മതേതര വിരുദ്ധമായ നടപടികൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നമുക്ക് സംഘടിപ്പിക്കണം. ഇവിടെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്ന് കാലാകാലങ്ങളായി നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുകയല്ല, കോർപ്പറേറ്റുകൾ നേരിട്ട് രാജ്യം ഭരിക്കുകയാണ്. ഈ കേന്ദ്രമന്ത്രിമാരുടെ എല്ലാം ഓഫീസുകളിൽ, BJP മന്ത്രിമാരുടെ മുഴുവൻ ഓഫീസുകളിലും ഗൗതം അദാനിയുടെ ഓഫീസിൽ നിന്ന് ശമ്പളം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് വന്നിരുന്ന് ജോലി ചെയ്യുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ നമ്മൾ ഇന്ന് കാണുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ അവർ കർട്ടന് പിറകിലായിരുന്നു. അവർ നേതാക്കന്മാരെ സ്വാധീനിക്കുകയായിരുന്നു. ഇന്ന് സ്വാധീനിക്കുകയല്ല, അവരെഴുതി കൊടുക്കുന്ന നോട്ടുകളിൽ ആ നോട്ട് വെച്ചു കൊടുത്താൽ അതിനടിയിൽ ഒപ്പിടുന്ന, അടിക്കുറിപ്പ് ചാർത്തുന്ന മന്ത്രിമാരായി BJPയുടെ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാർ മാറി. നിങ്ങൾ നോക്കൂ, കടലിലേക്ക് നോക്കിയാൽ എല്ലാ പോർട്ടും അദാനിയുടേത്. ആകാശത്തേക്ക് നോക്കിയാൽ ആ വിമാനം ഇറങ്ങുന്ന എല്ലാ വിമാനത്താവളങ്ങളും അദാനിയുടേത്. ഈ ഭൂമിയിലേക്ക് നോക്കിയാൽ കൽക്കരി ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട വസ്തുക്കളും അദാനിയുടേത്. ലോകത്തെ ഏറ്റവും വലിയ ഒന്നാമത്തെ മുതലാളിയായി അദാനി മാറാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ് BJPയുടെ ഭരണം തുറന്നാൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്. ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നു. അതിൽ മേനി നടിക്കുന്ന ഒരു ഗവൺമെന്റ്. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോകുമ്പോൾ നരേന്ദ്രമോദി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച പ്രധാനമന്ത്രി എന്ന് ഇപ്പൊ തന്നെ അദ്ദേഹം പേരെടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ പോലെ വിദേശ രാജ്യത്ത് പോയ ഒരു ഭരണാധികാരിയും ലോകത്തൊരു സ്ഥലത്തും ഉണ്ടാവുകയില്ല. പോയതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമാർക്കാണ്, അദാനിമാർക്കാണ് നേട്ടം. അദ്ദേഹം പോകുമ്പോൾ വിദേശമന്ത്രിയെ അല്ല കൂടെ കൊണ്ടുപോകുന്നത്, വിദേശകാര്യ സെക്രട്ടറിയെ അല്ല കൂടെ കൊണ്ടുപോകുന്നത്, നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ അല്ല കൊണ്ടുപോകുന്നത്. ഇതുപോലെയുള്ള വൻകിട മുതലാളിമാരെയും അവർക്ക് താല്പര്യമുള്ള മാധ്യമ ലോകത്തെ മുതലാളിമാരെയും കൂട്ടിച്ചേർത്ത് ഈ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണം അത് അവസാനിപ്പിക്കുന്നതുവരെ ഈ രാഷ്ട്രീയ പോരാട്ടം തുടർന്നേ മതിയാകൂ. ഇവിടെയാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കേണ്ടത്. എന്താണ് കോൺഗ്രസിന്റെ റോള്? ഈ മതേതര മുന്നണിയെ നയിക്കാൻ, ഈ പ്രതിപക്ഷ മുന്നണിയെ നയിക്കാൻ, ഈ ജനാധിപത്യ മതേതര ഇന്ത്യയെ നിലനിർത്താൻ ഏറ്റവും പരമപ്രധാനമായ ഉത്തരവാദിത്തമുള്ള പാർട്ടിയല്ലേ കോൺഗ്രസ്? ആ കടമ നിറവേറ്റാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ? ഞാൻ ഒരുപാട് വിശദാംശങ്ങൾ പറഞ്ഞു പോകേണ്ടതില്ല. കഴിഞ്ഞ 10 വർഷക്കാലം 2014ലെയും 2019ലെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിച്ചു. ഒരു കാലത്ത് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ ആവശ്യമായ 3/2 ഭൂരിപക്ഷത്തോടുകൂടി പ്രതിപക്ഷ സ്വരം പോലുമില്ലാതെ ഇന്ത്യൻ പാർലമെന്റിൽ എത്രയോ പതിറ്റാണ്ട് ഭരണത്തിലിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഈ രാജ്യത്തിന്റെ കേന്ദ്രഭരണവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയ പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിനെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയാകാനുള്ള അവസരം പോലും ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാതെ 10 വർഷം കടന്നുപോയത് എങ്ങനെയാണ്? ഇന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസിന് കൊടുത്ത പാഠമാണ്. ആ 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചു. ആ മുന്നണിയുമായി ചേർന്നുകൊണ്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസ് പ്രായോഗികമായി കുറെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കണം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആവശ്യപ്പെട്ടു. അപ്പൊ നമ്മളോട് ചോദിക്കും ആളുകൾ പരിഹാസത്തോടുകൂടി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ വിചാരിച്ചാൽ എന്ത് കഴിയും? എന്താണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്വാധീനം എന്ന് നമ്മളെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. ആ പരിഹാസം ഏറ്റെടുത്തുകൊണ്ട് തന്നെ പറയട്ടെ, 98 മുതൽ 2004 വരെ രാജ്യം ഭരിച്ച വാജ്പേയി ഗവൺമെന്റ് BJP ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം സ്വാധീനം ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടായിരുന്നു. നിങ്ങളുമായി കൂടിയതിനു ശേഷമാണ് ഞങ്ങളുടെ സ്വാധീനം പോയി നഷ്ടപ്പെട്ടത്. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ ഒപ്പം കൂടിയവർ നശിച്ചു പോകും എന്ന് അങ്ങനെ പാർലമാരെ നാട്ടിൽ ചൊല്ലുണ്ടല്ലോ. ആ രീതിയിലേക്ക് നിങ്ങളുടെ കൂടെ കൂടിയവർ പോലും നശിച്ചു പോകുന്ന കാഴ്ചയല്ലേ ഇന്ത്യയിൽ ഉണ്ടായത്? ഞങ്ങൾ ഈ കോൺഗ്രസ് ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുമ്പോൾ BJP അധികാരത്തിൽ നിന്ന് മാറ്റാം എന്ന് മാത്രമേ കരാറുണ്ടാക്കിയിട്ടുള്ളൂ. ഞങ്ങൾ മന്ത്രിസ്ഥാനം ചോദിച്ചിട്ടില്ല. അംബാസഡർമാരും ഗവർണർമാരുമാകാൻ കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞെടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല.
ഒന്നാം UPA ഗവൺമെന്റിന് എങ്ങനെയാണ് നമ്മൾ പിന്തുണ കൊടുത്തത്? ഞാനതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ അങ്ങനെ പ്രതിപക്ഷം പോലും ആകാതിരുന്ന കോൺഗ്രസിനെ 2024 തെരഞ്ഞെടുപ്പിൽ ഈ രാഹുൽ ഗാന്ധിക്കും അതുപോലെയുള്ള നേതാക്കന്മാർക്കും ഇന്ത്യ രാജ്യത്ത് എങ്ങനെയാണ് ജയിച്ചു വരാൻ സാധിച്ചത്? എങ്ങനെയാണ് നേതാക്കന്മാരായി വരാൻ സാധിച്ചത്? 28ഓളം വരുന്ന ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ഞങ്ങളുടെ ചെറിയ സ്വാധീനം വെച്ചുകൊണ്ട് പോലും ഞങ്ങളുടെ ഒരു വോട്ട് പോലും ഭിന്നിച്ചുകൊണ്ട് അത് BJPക്ക് അനുകൂലമായി മാറരുത് എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി നിലപാടെടുത്ത പാർട്ടിയാണ് CPI. നിങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്ന് ഭാരത് ജോഡോ യാത്ര ആരംഭിക്കുമ്പോൾ, രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര സമാപിക്കുമ്പോൾ ആ സമാപന സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ച അപൂർവ പാർട്ടികളുടെ നേതാക്കളിൽ ഒരാള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി D. രാജയാണ്. കർണാടകയിൽ ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റ് പോലും ഞങ്ങൾക്ക് തരാതെ നിങ്ങൾ മത്സരിച്ചപ്പോ ഞങ്ങൾ മത്സരിച്ച 5ഓ 6ഓ സീറ്റുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ സീറ്റിലും കോൺഗ്രസിന് പിന്തുണ കൊടുക്കണം എന്നാവശ്യപ്പെട്ട പാർട്ടിയാണ്, തീരുമാനിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങളുടെ സ്വാധീനം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്നത് എന്താണോ അണ്ണാറക്കണ്ണനും തന്നാലായത് ഞങ്ങൾ ഈ മതേതര ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്തു? എന്താണ് കോൺഗ്രസ് എടുക്കുന്ന നിലപാട്? ഇപ്പൊ കേരളത്തിലെ നിലപാട് പോട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ടതില്ല. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്താ? ഇപ്പൊ ഏറ്റവും അവസാനം നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്, അവിടെ 10 വർഷക്കാലം ഭരിച്ച ആം ആദ്മി പാർട്ടിയെ ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് BJPക്കെതിരെ സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ 1 ആം ആദ്മി പാർട്ടിയും 2 തൃണമൂൽ കോൺഗ്രസുമാണ്. നമുക്ക് അവരുമായി അഭിപ്രായ വ്യത്യാസമുള്ള പല കാര്യങ്ങളുണ്ട്. എന്നാൽ അമിത്ഷായും നരേന്ദ്രമോദിയും വന്നിരിക്കുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവും കാണിക്കാത്ത രീതിയിലുള്ള ആർജവത്തോടുകൂടി തന്റെ ഇടത്തോടുകൂടി മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഈ പാർട്ടികളുടെ നേതാക്കന്മാരെ പാർലമെന്റിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ തോൽപ്പിക്കാൻ ഡൽഹിയിൽ എന്ത് നാണം കെട്ട രാഷ്ട്രീയ നാടകമാണ് കോൺഗ്രസ് കളിച്ചത്. കോൺഗ്രസിന്റെ ദീർഘവീക്ഷണമില്ലായ്മ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങളോട് യാതൊരു തരത്തിലുമുള്ള പ്രതിബദ്ധതയില്ലാത്ത ഈ രാജ്യത്തെ RSS BJP ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് 1% പോലും ചിന്തിക്കാത്ത കോൺഗ്രസ് നേതൃത്വമല്ലേ ഡൽഹിയിൽ BJPക്ക് ഭരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്? ഡൽഹിയിൽ എന്താണ് കോൺഗ്രസിന്റെ നേട്ടം? കോൺഗ്രസുകാർ പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് 6% വോട്ട് കിട്ടി. ആം ആദ്മി പാർട്ടി തോറ്റത് 1.5% വോട്ടിന്റെ വ്യത്യാസത്തിലാണ്. ഈ കോൺഗ്രസ് കൂടെ നിന്നിരുന്നുവെങ്കിൽ, അവർ സഹായിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇന്ന് BJPയുടെ ഗവൺമെന്റ് ഡൽഹിയിൽ ഉണ്ടാവില്ല. ഡൽഹി ഒരു ചെറിയ സംസ്ഥാനമായി നമ്മൾ കാണേണ്ട. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ നിന്ന് മാറ്റി അവിടെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി കഠിനമായ പരിശ്രമം നടത്തിയ പാർട്ടിയാണ് BJP. അവരുടെ കേന്ദ്രമന്ത്രിമാരെല്ലാവരും, ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ബൂത്തുകളിൽ പോയി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയാണ് ഡൽഹി സംസ്ഥാനം പിടിച്ചെടുത്തത്. കോൺഗ്രസ് എന്താ ചെയ്തത്? ഇവിടെ കേരളത്തിൽ വന്ന് പ്രസംഗിച്ചതുപോലെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ വന്ന് പ്രസംഗിച്ചല്ലോ. എന്തുകൊണ്ടാണ് ED പിണറായി വിജയനെ ചോദ്യം ചെയ്യാത്തത്, അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ച നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ഇതും ഇതിൽ അപ്രോച്ച് ചെയ്യും. ED ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയൊക്കെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കേരളത്തെ പിണറായി വിജയനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ണൂരിൽ പരസ്യമായി പൊതുയോഗത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിച്ച ആളാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് കോൺഗ്രസുകാർക്ക് സംഭവം പിടികിട്ടി. അടുത്ത ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരേണ്ടതില്ല എന്നവർ തീരുമാനിച്ചു. ഇന്ത്യ രാജ്യത്തെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി അടിയുറച്ചു നിൽക്കുന്ന, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഞങ്ങളുടെ 18 MPമാർ പാർലമെന്റിൽ ഉണ്ടാകുമ്പോൾ 18 പേര് നിങ്ങളുടെ ഗവൺമെന്റ് പിന്താങ്ങിയ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കലാണോ നിങ്ങളുടെ കടമ? അതിനുവേണ്ടിയാണോ ഈ ചെറിയ കേരള സംസ്ഥാനം പോലൊരു സ്ഥലത്ത് വന്ന് ഈ ദേശീയ നേതാവ് ഞങ്ങൾ ഇത്രമാത്രം പിന്തുണ തരുന്ന ഈ പാർട്ടികളെ ഇല്ലാതാക്കാൻ, അതിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണമെന്ന് ആവശ്യപ്പെടാൻ രാഷ്ട്രീയ വിവേകമുള്ള ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടിക്കെങ്കിലും സാധിക്കുമോ? ഇന്ത്യ രാജ്യത്ത് ഈ രാഹുൽ ഗാന്ധിക്കല്ലാതെ വേറെ ആ രീതിയിൽ പ്രസംഗിക്കും? ആ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയാണ് ഡൽഹിയിൽ BJPയുടെ ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്തത്. ആ പണി തന്നെയാണ് അവർ ഹരിയാനയിൽ ചെയ്തത്. ഈ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ടത് ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷി പോലും, ഒരു പാർട്ടി പോലും കോൺഗ്രസിന് പിന്തുണ കൊടുത്തിട്ടില്ല. ഇപ്പൊ വഖഫ് നിയമത്തിൽ ഒരുമിച്ച് നിന്നു എന്ന് കോൺഗ്രസ് മേൽനടിക്കേണ്ട. അത്തരം വിഷയങ്ങളിൽ നിങ്ങൾ നിന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ നിൽക്കും. നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയല്ല ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത്. ഒരുമിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിൽക്കാം. നിങ്ങൾ നിന്നാലും നിന്നില്ലെങ്കിലും എല്ലാ കാലത്തും ഞങ്ങൾ നിന്നിട്ടുള്ളവരാണ്. നിങ്ങൾ ഭരിക്കുന്ന കാലത്തും ദേശസാൽക്കാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ വിഷയങ്ങളിലൊക്കെ കോൺഗ്രസ് ഗവൺമെന്റിനും ഇന്ദിരാഗാന്ധിക്കും ഉൾപ്പെടെ പിന്തുണ കൊടുത്ത പാരമ്പര്യം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അങ്ങനെ വന്ന പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഞങ്ങളെ നിങ്ങൾ ദേശീയ സ്നേഹമൊന്നും പഠിപ്പിക്കേണ്ട. എന്നാൽ കോൺഗ്രസ് എടുക്കുന്ന ഈ അവസരവാദപരമായ നിലപാട്, കോൺഗ്രസ് അവിടെ കണ്ട കണ്ണെന്താണ്? ആം ആദ്മി പാർട്ടിയെ ഇന്ന് തകർത്താൽ നാളെ ഞങ്ങൾക്ക് മുഖ്യ പാർട്ടിയായി വരാൻ കഴിയും. നാളെ ഈ രാജ്യം ഇതുപോലെ ഉണ്ടെങ്കിലല്ലേ കോൺഗ്രസ് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആകാൻ കഴിയൂ. നിങ്ങൾ എന്താണ് സ്വപ്നം കാണുന്നത്? ജയറാം രമേശ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു നേതാവുണ്ട്, രാജ്യസഭയിലെ ഞങ്ങളോടൊപ്പം MP ആണ് അദ്ദേഹം. അവരുടെ ചീഫ് വിപ്പാണ് ജയറാം രമേശ്. അദ്ദേഹം ഒരു വർഷം മുമ്പ് എറണാകുളത്ത് ഒരു പരിപാടിക്ക് വന്നു. വാർത്താലേഖകന്മാരുമായി ബന്ധപ്പെട്ട പത്രക്കാരുടെ യൂണിയന്റെ ഒരു സമ്മേളനത്തിലാണ് അദ്ദേഹം പങ്കെടുക്കാൻ വന്നത്.
അവിടെ വന്നപ്പോൾ പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, ജയറാം രമേശിനോട് ചോദിച്ചു, എന്താണ് കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ തിരിച്ചു വരാത്തത്, എന്താണ് കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ജയറാം രമേശ് പറഞ്ഞ മറുപടി വളരെ രസകരമായ മറുപടിയാണ്. അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത്, എന്റെ കൂടെയുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരായ നേതാക്കന്മാർക്ക് പലർക്കും ഇപ്പോഴും ഞങ്ങൾ ഈ ഭരണത്തിൽ നിന്ന് പോയി എന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ട് ഞങ്ങൾ ഇങ്ങനെയായി എന്ന് ഇപ്പോഴും എന്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക്, ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. യഥാർത്ഥ പ്രശ്നം അത് തന്നെയാണ്. അവർ ഭരിക്കാൻ വേണ്ടി ഉണ്ടായ ആളുകളാണ് എന്ന അഹങ്കാരമല്ല അവർക്ക്. ഭരണത്തിൽ നിന്നൊരു ദിവസം മാറിയുന്ന വെള്ളത്തിൽ നിന്ന് മീനെ പിടിച്ച് പുറത്തിട്ടതുപോലല്ലേ ഈ കോൺഗ്രസ് കിടന്ന് പിടയുന്നത്. അധികാരത്തിൽ വരികയല്ലാതെ വേറെ മിനിമം പരിപാടി ഒന്നുമില്ല അവർക്ക്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവർക്കാകണം, സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ അവർക്കാകണം, എന്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടെങ്കിലും എല്ലാം അവർക്ക് തന്നെ വേണം, വേറെ ആർക്കും ഒന്നും വേണ്ട. അവർ ഭരിക്കാനുണ്ടായ പാർട്ടി ബാക്കി എല്ലാവരും പിന്താങ്ങിക്കൊള്ളണം. ഇവരെ പിന്താങ്ങാൻ വല്ല എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാമെന്ന് വല്ല കരാറും ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ കൂടി സൂചനയാണ്. കോൺഗ്രസ് പാഠം പഠിക്കേണ്ട ഏറ്റവും അവസാനത്തെ അവസരമാണ് ഡൽഹിയിൽ ഉണ്ടായത്. അവിടെ സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, RJD, രാഷ്ട്രീയ ജനതാദൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അവിടെ കോൺഗ്രസിന്റെ കൂടെ അല്ല നിന്നത്, ആം ആദ്മി പാർട്ടിയുടെ കൂടെയാണ് നിന്നത്. നാളെ ഇതൊക്കെ ആവർത്തിച്ചാൽ മതേതര ജനാധിപത്യ ചേരി വീണ്ടും തകർന്നടിയുന്ന സാഹചര്യം ഉണ്ടാകും. BJP വീണ്ടും ഈ രാഷ്ട്രീയ ഭരണാധികാരത്തിൽ തുടരുന്ന സാഹചര്യവും ഇന്ത്യയിൽ ഉണ്ടാകും. അത് അവസാനിപ്പിക്കണമെങ്കിൽ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിക്കണം. അത് വേറെ ആരെ കൊണ്ട് കഴിയുന്ന ഒന്നല്ല, അവർ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാൻ, എവിടെയാണ് തങ്ങളുടെ കാൽച്ചുവട്ട മണ്ണൊലിച്ചു പോയത് എന്ന് തിരിച്ചറിയാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്ന് വഖഫ് ബില്ലിന്റെ ചർച്ചയിൽ നമുക്ക് ബോധ്യപ്പെട്ടു. ഡൽഹിയിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധി, അവസാന നിമിഷം പാർലമെന്റിലെത്തിയ രാഹുൽ ഗാന്ധി, എല്ലാ ചർച്ചകളും BJPക്കെതിരെ ആരംഭിക്കുന്ന രാഹുൽ ഗാന്ധി കമാന്നൊരക്ഷരം പാർലമെന്റിൽ മിണ്ടിയില്ല. നോക്കണം, ഈ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് നിങ്ങൾ നോക്കണം. ഇവിടെ വന്ന് എന്തൊരു പ്രസംഗമാണ് വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട്. മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു ഭാഗത്ത് പ്രസംഗിക്കും, ഹിന്ദുക്കൾക്ക് വേണ്ടി വേറെ ഭാഗത്ത് പ്രസംഗിക്കും, നടുക്കിറങ്ങി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രസംഗിക്കും. അവസാനം എന്തായി? ആരും എവിടെ ഇല്ലാണ്ടായി. ഓരോരുത്തർക്ക് വേണ്ടി മാറി മാറി കുപ്പായിട്ട്, ഓരോരുത്തർക്ക് വേണ്ടി മാലയിട്ട് തൊപ്പിയിട്ട് നിസ്കാര കുറിയൊക്കെ വരക്കുന്ന ആളുകൾക്ക് അവസാനം എവിടെയും ആളില്ലാത്ത അവസ്ഥയായി മാറിയില്ലേ? ഉപ്പിരുന്ന നിലം കലം പോലെ എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയാറുണ്ട്. അതല്ലേ കോൺഗ്രസിന്റെ അവസ്ഥ? എങ്ങനെയാണ് കോൺഗ്രസ് ഇവിടേക്ക് എത്തിയത്? ഇപ്പോഴും കോൺഗ്രസ് പാഠം പഠിക്കുന്നില്ല. വഖഫ് ബില്ലിൽ ഈ രാജ്യത്തെ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിക്കണ്ടേ? ഈ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ പ്രിയങ്ക ഗാന്ധി വിദേശ രാജ്യം സന്ദർശിക്കാൻ പോകുന്ന സമയം ഇപ്പോഴാണോ? ഈ നിർണായകമായ ബില്ലിൽ എന്താണ് നെഹ്റു കുടുംബത്തിന്റെ, എന്താണ് കോൺഗ്രസ് കുടുംബത്തിന്റെ അഭിപ്രായം? മറ്റുള്ളവരൊക്കെ സംസാരിച്ചു, ഞാനതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഏറ്റവും നിർണായകമായ സന്ദർഭങ്ങളിൽ ഓടി ഒളിക്കുന്ന അല്ലെങ്കിൽ മൗനം ദീക്ഷിക്കുന്ന ഈ കോൺഗ്രസ് നേതാക്കന്മാരാണ് മതേതര ജനാധിപത്യ ഇന്ത്യയുടെ ശാപം എന്ന് തിരിച്ചറിയാൻ ഈ കേരളത്തിലെയും ജനങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. ഇവിടെ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്ന ആളുകൾ, ഇപ്പൊ കേരളത്തിൽ 5 മുഖ്യമന്ത്രിമാർ ഇപ്പൊ തന്നെ ആയി. ഇപ്പൊ ശശി തരൂരാണ് അവസാന രംഗത്ത് വന്നത്. എന്താണ് തരൂർ വരാൻ കാരണം? തരൂരിന് മനസ്സിലായി, ബോധമുള്ള ആളാണല്ലോ. ഈ കോൺഗ്രസ് നേതാക്കന്മാരെ പോലെ അല്ലല്ലോ അദ്ദേഹം ഡൽഹിയിൽ പോയി ഇനി അവിടെ അടുത്ത കാലത്തൊന്നും ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അവിടെ ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. ഇവിടെ വന്ന് എന്തെങ്കിലും നടക്കുമെങ്കിൽ അതിനൊരു അവസാന ശ്രമമാണ് തരൂർ നടത്തി നോക്കിയത്. പക്ഷെ കാല് കുത്താൻ കോൺഗ്രസ് സമ്മതിക്കുന്നില്ലല്ലോ. ഇവിടെ ഇപ്പൊ തന്നെ ബസ് ഫുള്ളാണ്. ഇനി അവിടെ കയറാൻ എവിടെ സ്ഥലം? എത്ര മുഖ്യമന്ത്രിമാരാണ്? ഓരോ ജില്ലയിലും മുഖ്യമന്ത്രിയാണ്. തെരഞ്ഞെടുപ്പ് വരെ അല്ലെ ജയിക്കുക, അതൊന്നും അവർ കാണുന്നില്ല. അതിന് മുമ്പ് തന്നെ വകുപ്പ് തീരുമാനിച്ചു കഴിഞ്ഞു. മിക്കവാറും കോൺഗ്രസ് ഇത്തവണ വകുപ്പ് തീരുമാനിക്കേണ്ടി വരും. എന്ത് വകുപ്പ്? അവരെ പാർട്ടിക്കുള്ളിലുള്ള ഈ വകുപ്പുകൾ തീരുമാനിക്കാൻ 5 വർഷം കൂടി കേരളത്തിലെ ജനങ്ങൾ അവർക്ക് വിശ്രമം കൊടുക്കും 2026 എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർ തർക്കമൊക്കെ തീർത്തു വരട്ടെ. ഇവിടെ ആർക്കാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി, VD സതീശൻ മുഖ്യമന്ത്രി? ആര് കാത്തിരിക്കുന്നു കേരളത്തിൽ? ആരാണ് കോൺഗ്രസിന് കാത്തിരിക്കുന്നത്? എന്താണ് കോൺഗ്രസിന്റെ നേട്ടം? എന്താ? മലയാള മനോരമയൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഗവൺമെന്റ് വന്നു കഴിഞ്ഞു. മനോരമ എടുക്കുന്ന ഒരു ഓവർ ടൈം പണി ചെറുതല്ല കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരി മാസം 7-ാം തീയതി കേരളത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല, 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ ഫെബ്രുവരി 7-ന് ബഡ്ജറ്റ് കേരളത്തിൽ അവതരിപ്പിക്കുന്ന ദിവസം മലയാള മനോരമയിലെ പ്രധാനപ്പെട്ട വാർത്ത, ഇന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കും. മനോരമയാണോ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത്? അതിന്റെ അവസാനം എഴുതിയിട്ട് അവസാനം എഴുതി വെച്ചിരിക്കുന്നത് 300 രൂപ കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധി കാരണം 150 രൂപ വർദ്ധിപ്പിച്ച് 1750 നിജപ്പെടുത്താൻ ഗവൺമെന്റ് ധാരണയായി. ആരുമായി? മനോരമയുമായി ധാരണയായോ? ഈ 600 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ 1600 തീരുമാനിച്ചത് മലയാള മനോരമ എഡിറ്റോറിയൽ എഴുതിയിട്ടാണോ? മനോരമ ലേഖനം എഴുതിയിട്ടാണോ തീരുമാനിച്ചത്? 600 ഉണ്ടായിരുന്ന മുടങ്ങിക്കിടുന്ന സമയത്ത് മനോരമയ്ക്ക് പരാതി ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ മനോരമ ജനങ്ങൾക്കിടയിൽ ഈ ഗവൺമെന്റിനെ അവമതിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി, ജനങ്ങളെ ഗവൺമെന്റിനെതിരാക്കി മാറ്റുന്നതിന് വേണ്ടി UDF അനുകൂലമായ ജനവികാരം ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിച്ചത്. ആ രാവിലെ 11 മണിക്ക് ബാലഗോപാലൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ചർച്ച തുടങ്ങുമ്പോഴേക്കും മലയാള മനോരമ ലേഖകന്മാർ എല്ലാ സ്ഥലത്തും ആ മൈക്കും കൊണ്ടുപോയി വന്ന് എല്ലാ അങ്ങാടിയിലും വന്ന് ഇറങ്ങി നിൽക്കുകയാണ്.
എല്ലാ നാട്ടു ജനങ്ങളുമായി വന്ന് ഈ മനോരമയുടെ ലേഖനം ചോദിക്കുകയാണ്, ബഡ്ജറ്റിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംഖ്യ വർദ്ധിപ്പിച്ചില്ലല്ലോ, നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടോ? ആരോട്? ഈ പെൻഷൻ കിട്ടുന്ന പാവപ്പെട്ട ആളുകൾ 150 കൂട്ടിയാൽ അല്ലെങ്കിൽ 300 കൂട്ടിയാൽ ആർക്കാണ് സന്തോഷമില്ലാതിരിക്കുക? പ്രതിഷേധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായി അവർ എന്തു പറയും? ആ പ്രതിഷേധം കേരളത്തിലുണ്ട് എന്ന് വരുത്തി തീർക്കാൻ മലയാള മനോരമ കണ്ടെത്തുന്ന ഏർപ്പാടുകളിൽ ഒന്നാണിത്. ഞാൻ എല്ലാം പറഞ്ഞു പോകുന്നില്ല, എല്ലാ വിശദാംശങ്ങളും പറഞ്ഞു പോകുന്നില്ല. അത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും ഈ ഗവൺമെന്റിനെതിരെ എങ്ങനെ പണിയെടുക്കണമെന്ന് തീരുമാനിച്ച വാർത്താമാധ്യമങ്ങളാണ് കേരളത്തിൽ. അറിഞ്ഞോ അറിയാതെയോ CPI-ക്കാരും CPM-കാരും ഒക്കെ ഈ അപകടത്തിൽ ചിലപ്പോഴെങ്കിലും പെട്ടുപോകുന്നുണ്ട്. നവമാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. എന്താണ് LDF ഗവൺമെന്റ് പോരായ്മ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ള സമയങ്ങളിൽ അത് ഭരണത്തിലാണോ വകുപ്പ് ഏതാണോ എന്ന് നോക്കിക്കൊണ്ടല്ല ഈ പാർട്ടി നിലപാട് പറയാറുള്ളത്. എന്നാൽ ഇപ്പൊ ഈ പാർട്ടി വ്യത്യസ്തമായ അഭിപ്രായം, പറഞ്ഞ വിഷയം ഏതാണ്, പറയാത്തത് ഏതാണ് എന്ന് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ഈ മാധ്യമങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബ്രൂവറി വിഷയം ഏറ്റവും അവസാനം വളരെ സജീവമായി ചർച്ച വന്നു. ആ ബ്രൂവറി വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനം എന്താണ് എന്ന് LDF-ന്റെ കൺവീനർ സഖാവ് TP രാമകൃഷ്ണൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് പത്രലേഖകരുടെ കയ്യിലുണ്ട്. LDF-ന്റെ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലറിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഈ പാലക്കാട് ഈ ബ്രൂവറി കൊണ്ടുവരുമ്പോൾ അവിടുത്തെ കുടിവെള്ളക്ഷാമം, അവിടുത്തെ കാർഷിക മേഖലയിലെ പ്രശ്നം, ഈ രണ്ട് പ്രശ്നവും പരിശോധിച്ച് അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടല്ലാതെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല എന്ന് LDF-ന്റെ ഈ പ്രഖ്യാപനത്തിൽ എഴുതി വെച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടി നിലപാടിന്റെ ഭാഗമായിട്ടാണ്, വെറുതെ ഉണ്ടായതല്ല. അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ബ്രൂവറി കേരളത്തിൽ വരേണ്ട എന്ന് CPI-ക്ക് നിലപാടില്ല. കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് കോടി രൂപയാണ് കർണാടകയും മഹാരാഷ്ട്രയും കൊണ്ടുപോകുന്നത്. ഇവിടെ മദ്യം നിരോധിച്ച സംസ്ഥാനമല്ലല്ലോ. കേരളത്തിൽ മദ്യം വേണ്ട എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടോ? മദ്യം നിരോധിക്കാത്തൊരു സംസ്ഥാനത്ത് മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ്? എന്നാൽ അതിന് അടിസ്ഥാന സൗകര്യമുള്ള സ്ഥലങ്ങളിൽ വേണം. അത് മറ്റുള്ള മേഖലകളെ ബാധിക്കാതെ ജനങ്ങളെ ബാധിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വരൾച്ചയുള്ള പ്രദേശങ്ങളിലൊന്നായ പാലക്കാട് ചിറ്റൂർ താലൂക്ക് പോലുള്ള സ്ഥലത്ത് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾക്ക് ആശങ്കയുണ്ടാകും. അവിടുത്തെ CPI-യുടെ ജില്ലാ കൗൺസിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം പരിഗണിക്കാമെന്ന ഗ്യാരണ്ടിയോടുകൂടി എപ്പോഴെങ്കിലും അതിൽ നിന്ന് ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ നിലപാട് എന്താണ് എടുക്കേണ്ടത് എന്ന് CPI-യെ മലയാള മനോരമയും ഏഷ്യാനെറ്റും പഠിപ്പിക്കേണ്ട. ഞങ്ങൾക്കറിയാം നിലപാട് എന്തായിരിക്കണമെന്ന്. കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ മന്ത്രി രാജിവെച്ചല്ലോ. ആരാ രാജിവെപ്പിക്കാൻ നിലപാട് സ്വീകരിച്ചത്? നിങ്ങൾ ചാനലുകാരാണോ? അദ്ദേഹത്തിന്റെ ഓശാരം പറ്റുന്ന ചാനലുകാരും വാർത്താലേഖകന്മാരും അന്ന് CPI-ക്കെതിരെയല്ലേ ലേഖനം എഴുതിയത്? അദ്ദേഹത്തിന്റെ ഔദാര്യം പറ്റാത്ത ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിലുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ നിലപാട് സ്വീകരിച്ചത്? മാവോയിസ്റ്റുകളെ വെടിവെച്ചു വന്നപ്പോ ഏത് പാർട്ടിയാണ് നിലപാട് സ്വീകരിച്ചത്? ഞങ്ങളുടെ ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിലാണ് 2 മാവോയിസ്റ്റുകളെ ആദ്യം വെടിവെച്ചു കൊല്ലുന്നത്. ആ വെടിവെപ്പ് നടന്ന് 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും അന്നത്തെ BJP-യുടെ നേതാവായിരുന്ന PS ശ്രീധരൻപിള്ള പരസ്യമായി കേരള ഗവൺമെന്റിനെ അഭിനന്ദിച്ചുകൊണ്ട് പത്രക്കുറിപ്പ് കൊടുത്തു. 8 മണിയാകുമ്പോഴേക്കും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിച്ചുകൊണ്ട് പോലീസിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. രാവിലെ 9 മണിയാകുമ്പോഴേക്കും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ നിലപാട് ഞങ്ങൾ തുടരുമെന്ന് പ്രഖ്യാപിച്ചു. 10:30 കൃത്യം 10:30 MN സ്മാരകത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി കാൻ രാജേന്ദ്രൻ പത്രസമ്മേളനം വിളിച്ചു. ഇത് ഇടതുപക്ഷ നിലപാടല്ല. ഈ മാവോയിസ്റ്റ് വേട്ട, ഈ വെടിവെച്ചു കൊല്ലൽ കേരളത്തിൽ LDF ഗവൺമെന്റ് ചെയ്യാൻ പാടില്ല. ഇന്ത്യ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാട് ഇതല്ല. വഴിതെറ്റിപ്പോകുന്ന നക്സലൈറ്റുകളെ അവരെ നേരായ മാർഗത്തിലേക്ക് ആശയപരമായി തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ്, വെടിവെച്ച് ഇല്ലാതാക്കലല്ല ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ആ നിലപാടിൽ ഈ പാർട്ടി അടിയുറച്ചു നിൽക്കുകയും ചെയ്തു. 2 ചെറുപ്പക്കാരെ കോഴിക്കോട് ജില്ലയിൽ UAPA ചുമത്തി അറസ്റ്റ് ചെയ്തു LDF ഗവൺമെന്റ്. പ്രതിപക്ഷ പാർട്ടികൾ ഒരക്ഷരം പോലും പറഞ്ഞില്ലല്ലോ. തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് MK മുനീർ ആ വീട്ടിൽ ചെല്ലുന്നത്. ആ വീട്ടുകാർ പരസ്യമായി പറഞ്ഞു, ഞങ്ങൾക്കൊരാപത്ത് വന്നപ്പോൾ പ്രതികരിച്ച ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന്. UAPA ചുമത്തി തെറ്റായി എന്ന് അന്ന് ഈ പാർട്ടി പറഞ്ഞു. എന്നാൽ ഗവൺമെന്റ് തിരുത്താൻ തയ്യാറായില്ല. സുപ്രീം കോടതിയിൽ പോയി LDF ഗവൺമെന്റ് തിരുത്തേണ്ടി വന്നില്ലേ? അത്തരത്തിലുള്ള ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയ നിലപാട്, ആശയപരമായ വിയോജിപ്പുകൾ പരസ്യമായി പറയാൻ ഒരു മടിയും ഈ പാർട്ടിക്കില്ല. ഭരണം ഞങ്ങൾക്കൊരു മടിയിലെത്ത കടമായി ഞങ്ങൾ കാണുന്നില്ല. ഭരിക്കാൻ വേണ്ടി ഉണ്ടായ ആളുകളാണ് എന്നൊരു തെറ്റിദ്ധാരണയും ഈ പാർട്ടിക്കില്ല. എന്നാൽ എന്ത് നിലപാട് എപ്പോൾ സ്വീകരിക്കണമെന്നുള്ളത് ഈ വാർത്താമാധ്യമങ്ങൾ പഠിപ്പിച്ചു തരേണ്ട, അവരുടെ ക്ലാസ് എടുക്കേണ്ട ഗതികേട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. അതൊരു കാലത്തും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും വേണ്ടി പോകുന്നില്ല. മാധ്യമങ്ങളുടെ കയ്യടിക്ക് വേണ്ടിയല്ല, അവരുടെ പിന്തുണയ്ക്ക് വേണ്ടിയല്ല ഞങ്ങൾ നിലപാടുകൾ സ്വീകരിക്കുന്നത്. അത് ഏത് വിഷയത്തിലാണെങ്കിലും വ്യത്യസ്തമായ നിലപാടുകളുള്ളപ്പോൾ അതെവിടെയൊക്കെ എങ്ങനെയൊക്കെ പറയണമെന്ന് രാഷ്ട്രീയമായ പക്വതയുള്ള പാർട്ടിയാണ്, അനുഭവങ്ങളിലൂടെ കരുത്താർജിച്ച പാർട്ടിയാണ് കേരളത്തിലെ CPI. ആ നിലപാട് തീർച്ചയായും സ്വീകരിച്ചുകൊണ്ട് ഈ പാർട്ടി മുന്നോട്ട് പോകും. 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ചേരുന്ന ഈ ഘടക സമ്മേളനങ്ങളെല്ലാം തന്നെ തീർച്ചയായും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇടതുപക്ഷ മുന്നണിക്ക് ഒരു തുടർഭരണം കേരളത്തിലുണ്ടാകണം. ആരാവശ്യമാണ്?
ഈ മാധ്യമങ്ങളുടെ ആവശ്യമല്ല, മുതലാളിമാരുടെ ആവശ്യമല്ല. ആരാണ് ഈ ഗവൺമെന്റിനെതിരെ? നിങ്ങൾ നോക്കണം, എന്തുകൊണ്ടാണ് സർക്കാർ വിദ്യാലയങ്ങളിൽ 12 ലക്ഷം കുട്ടികൾ അധികം വന്നത്? സർക്കാർ സ്കൂളുകളുടെ മുഖച്ഛായ മാറിയത് എങ്ങനെയാണ്? ആ സർക്കാർ സ്കൂളുകളിലേക്ക് അധികമായി കുട്ടികൾ വന്നപ്പോ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നഷ്ടത്തിലായി. ആ മുതലാളിമാര് LDF-നെതിരാണ്. സർക്കാർ ആശുപത്രികളിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ദിവസവും വരുമ്പോ സ്വകാര്യ ആശുപത്രി മുതലാളിമാർ നഷ്ടത്തിലാണ് പോകുന്നത്. അവർ ഈ ഗവൺമെന്റിനെതിരാണ്. അങ്ങനെ സ്ഥാപിത താല്പര്യക്കാരായ ആളുകളെല്ലാം ഈ ഗവൺമെന്റിനെതിരെ ചിന്തിക്കുന്നു. അവർ ഗവൺമെന്റിനെതിരെ പരസ്യം കൊടുക്കുന്നു, പത്രക്കാരെ വിലക്കെടുക്കുന്നു. അവരാണ് ഈ ഗവൺമെന്റിനെതിരെ തിരിയുന്നത്. നിങ്ങൾ ഈ കൊല്ലത്തൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ മാത്രം നോക്കിയാൽ മതി. ആ ദേശീയപാതയുടെ മാത്രം വികസനം നോക്കിയാൽ LDF ഗവൺമെന്റ് എന്തിന് തുടരണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടും. 5600 കോടി രൂപ കേരളത്തിലെ ഗവൺമെന്റ് ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനവും ചെയ്യാത്ത രീതിയിൽ ഈ ദേശീയപാതയുടെ വീതി കൂട്ടുന്നതിന് വേണ്ടി ഒരു സംസ്ഥാനത്തെ ഗവൺമെന്റും ഒരു നയാ പൈസ പോലും അവരുടെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചിട്ടില്ല, കേരളത്തിലെ LDF ഗവൺമെന്റ് അല്ലാതെ. 2013 സാമ്പത്തിക പാക്കേജ് അനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഭൂമി ഏറ്റെടുത്ത സംസ്ഥാനം ഈ കേരളമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വയൽക്കിളികൾ സമരം നിർത്തിപ്പോയത്. നീലകണ്ഠന്മാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ ആളുകൾ വരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ആളുകൾ ഇതുമായി സഹകരിക്കുന്നത്? ഞങ്ങളുടെ പ്രദേശത്ത് കൂടെ ഈ ദേശീയപാത കടന്നുപോകുന്ന സ്ഥലമാണ്. അതിനെതിരെ അന്ന് സമരം ചെയ്ത പാർട്ടിയാണ് CPI. ഞങ്ങൾ സമരം ചെയ്യാൻ കാരണം എന്താ? നഷ്ടപരിഹാരത്തിന് കുറവുണ്ടായിരുന്നു. പൊന്നും വില കൊടുക്കും എന്ന് പറയും, മുക്കിന്റെ വില പോലും കിട്ടില്ല. എന്നാൽ ഇപ്പൊ കൊടുക്കുന്നത് പൊന്നിനേക്കാൾ വലിയ വിലയാണ്. ആ പണം കിട്ടിയപ്പോൾ ആളുകൾക്ക് സ്വമേധയാ ഒഴിഞ്ഞു പോയി. ഒരു സമരവും എവിടെയുമില്ല. ആ രീതിയിൽ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഈ ദേശീയപാതയുടെ വീതി കൂട്ടി. നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ, വിഴിഞ്ഞം പോർട്ട്, വൻകിട വികസന പദ്ധതികൾ ഓരോന്നോരോന്നായി കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നു. ഈ ഗവൺമെന്റ് ഭരണത്തുടർച്ച ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ആവശ്യമാണ്. ഈ BJP ഗവൺമെന്റിന്റെ എല്ലാ നടപടികളെയും വെല്ലുവിളിച്ചുകൊണ്ട്, സാമ്പത്തിക അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിക്കൊണ്ട് LDF ഗവൺമെന്റ് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർക്കാൻ വരുന്ന ആളുകളെ തിരിച്ചറിയാനും അതിന്റെ പിന്നിൽ രാഷ്ട്രീയ കൗശലം എന്താണ് എന്ന് മനസ്സിലാക്കാനുമുള്ള സാമാന്യ വിവേകമുള്ളവരാണ് കേരളത്തിലെ CPI-ക്കാരെന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലിന് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പൊതുയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം സഹാക്കളെ. സാകളെ, നമ്മുടെ കൊട്ടാരക്കരയിലെ കുളക്കടയിൽ വെച്ച് നടന്ന ജനസേവ ജില്ലാ വാളണ്ടിയർ, അതായത് നമ്മുടെ PSC ഉണ്ടല്ലോ, പബ്ലിക് സർവീസ് കോർ എന്ന് പറയുന്ന ആ വാളണ്ടിയേഴ്സ് പരിശീലനത്തിൽ പങ്കെടുത്ത ഈ പഞ്ചായത്തിലെ 2 സഖാക്കളുണ്ട്. ഒന്ന് അലോകും മറ്റൊന്ന് സുമേഷും. ആ 2 സഖാക്കൾക്കും ഈ കമ്മിറ്റിയുടെ വകയായി ഒരു ചെറിയ ഉപഹാരം സഖാവ് ഇവിടെ വെച്ച് തരുന്നുണ്ട്. അത് ഏറ്റുവാങ്ങാൻ 2 പേരും ഈ വേദിയിലേക്ക് വരണം. പെട്ടെന്ന് വാ. സുമേഷ് പോരേടം ബ്രാഞ്ചിലെ പാർട്ടി മെമ്പറാണ്. സുമേഷിന്റെ ഏതാ അടുത്തോട്? സഖാവ് അലോഷ്, അലോക്, സഖാവ് അലോക് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മിനിയുടെ, അതുപോലെ സുനിലിന്റെയും മൂത്ത മകനാണ്. നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആ സഖാവിനെയും ഈ പൊതുവേദിയിൽ അനുമോദിക്കുന്നു. ഉപഹാരം കൊടുക്കുന്നു. സാക്കളെ, നമ്മുടെ സമ്മേളനത്തിൽ നിരവധി നേതാക്കന്മാർ ഇവിടെ നമുക്കൊപ്പം പങ്കെടുക്കുന്നുണ്ട്. ഈ സമ്മേളനത്തെ